ശത്രു അടുക്കുമ്പോഴും മിത്രം അകലുമ്പോഴും ശരിക്കും പേടിച്ചോണം. ദൈവത്തെ സ്നേഹിക്കുന്നവർ, ഈ വചനത്തെ സ്നേഹിക്കുന്നവർ ഒരിക്കലും നശിച്ചു പോകത്തില്ല. ഇന്നത്തെ ശുശ്രൂഷ പ്രാർത്ഥന നിന്റെ ഉയർച്ചയ്ക്ക് ദൈവം കാരണമാകട്ടെ. നിന്റെ പാസ്പോർട്ടിൽ ഒരു വിസ വരാൻ കാരണമാകട്ടെ. നിന്റെ വീട് പണി പൂർത്തിയാകാൻ കാരണമാകട്ടെ. നിന്റെ ജീവിത പങ്കാളിയുടെ മാനസാന്തരത്തിന് അത് കാരണമാകട്ടെ. നിന്റെ സാമ്പത്തിക പ്രശ്നങ്ങൾ മാറാൻ അത് കാരണമാകട്ടെ. ഇന്ന് കേൾക്കുന്ന വചനങ്ങളും ഇന്ന് കേൾക്കുന്ന പ്രാർത്ഥനകളും എൻ്റെ വിടുതലിന് കാരണമാകുമെന്ന് ഞാൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നു. നമ്മുടെ കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. നിന്റെ ജീവിതത്തിലെ ഒരു തടസ്സം മാറി ഒരു നല്ല ദൈവാനുഗ്രഹം നീ അനുഭവിക്കാൻ പോകുന്നു. അത് വിശ്വസിക്കുക. എൻ്റെ ജീവിതത്തിലെ ആ തടസ്സം മാറി ഒരു ദൈവാനുഗ്രഹം ഞാൻ അനുഭവിക്കും. എൻ്റെ ജീവിതത്തിലെ ആ തടസ്സം മാറി അധികം വൈകാതെ ഒരു ദൈവാനുഗ്രഹം ഞാൻ അനുഭവിക്കും. അടുത്ത അത്ഭുതം ദൈവം ചെയ്യുന്നത് നിന്റെ ഭവനത്തിലായിരിക്കട്ടെ. അടുത്ത അത്ഭുതം ദൈവം ചെയ്യുന്നത് നിന്റെ ജീവിതത്തിലായിരിക്കട്ടെ. അടുത്ത സൗഖ്യം നിനക്ക് ലഭിക്കാൻ ഇടയാകട്ടെ. കർത്താവേ, അങ്ങയുടെ സന്നദ്ധിയിലേക്ക് ഇപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവരെയും ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കാക്കി മാറ്റും. നല്ല വിശ്വാസത്തോടെ ആ വചനം സ്വീകരിക്കാം. പ്രതീക്ഷയ്ക്ക് വിപരീതമായി സംഭവിച്ചതോർത്ത് ദുഃഖിക്കുന്നവർ ഇതിനകത്തുണ്ട്. പ്രതീക്ഷിച്ചതിന് നേരെ ഓപ്പോസിറ്റാണ് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത്. പ്രതീക്ഷിച്ചതുപോലെ അല്ല ജീവിതം പോകുന്നത്. അങ്ങനെയുള്ള എല്ലാ സങ്കടങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുക. കുറ്റബോധം കൊണ്ട് തളർന്നവരുണ്ട്. ഇത്രയും നാൾ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല, ഒന്നും ശരിയായില്ല, നഷ്ടം മാത്രമേ ഉള്ളല്ലോ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ജീവിതത്തിൽ പേടിച്ച് ജീവിക്കുന്നവരുണ്ട്. വാതിലടച്ച് ഒളിച്ചിരിക്കുന്നവരുണ്ട്. പല സാമ്പത്തിക പ്രശ്നത്തിൻ്റെയും കടബാധ്യതയുടെയൊക്കെ മുമ്പിൽ വാതിലടച്ച് അകത്ത് ഭയന്നിരിക്കുന്നവർ. സമാധാനം കൊതിക്കുന്നവരുണ്ട്. സൗഖ്യം ആവശ്യമുള്ളവരിലേക്ക് ഇന്ന് അനുഗ്രഹം ഉണ്ടാകണമേ. മാനസാന്തരം ആവശ്യമുള്ളവരിലേക്ക് മാനസാന്തരങ്ങൾ നൽകണമേ. യേശു ഇന്ന്, യേശുവിൻ്റെ കണ്ണുകൾ എന്നെ കാണുന്നുണ്ട്. ദൈവം എന്നെ വിളിച്ചതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ദൈവം എന്നെ കണ്ടതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നത്. ദൈവത്തെ സ്നേഹിക്കുന്നവരെല്ലാം ആ കരങ്ങളൊന്ന് ഹൃദയത്തോട് ചേർത്ത് വെച്ച്, ദൈവത്തെയും ദൈവത്തിൻ്റെ വചനത്തെയും സ്നേഹിക്കുന്നവരെല്ലാം ഇപ്പോൾ പാടണം. ഒരു തരി പോലും കുറയില്ല. ദൈവമേ, നിന്നോടുള്ള എൻ്റെ സ്നേഹം ഒരു തരി പോലും കുറയില്ല. നിന്നോടുള്ള സ്നേഹം ഒരു തരി പോലും കുറയില്ല. നിന്നോടുള്ള സ്നേഹം. പിന്നെയോ, എന്നുയിരേക്കാൾ അരികിൽ നീ എന്നും എന്നും വേണം എന്ന് പറഞ്ഞു. എന്നുയിരേക്കാൾ അരികിൽ നീ എന്നും എന്നും വേണം. ഒരു തരി പോലും കുറയില്ല നിന്നോടുള്ള സ്നേഹം. എന്നുയിരേക്കാൾ അരികിൽ നീ എന്നും എന്നും
ഒരു ഇമ പോലും അടയാതെ എന്നെ നോക്കിയിടുന്ന, ഒരു ഇമ പോലും അടയാതെ എന്നെ നോക്കിയിടുന്ന യേശു അപ്പയാണ് എപ്പോഴും എൻ പ്രിയ തോഴനായി. പറഞ്ഞേ, യേശു അപ്പയാണ് എപ്പോഴും എൻ പ്രിയ. ആ കരങ്ങളെ അല്പം ഉയർത്തിപ്പിടിച്ച് സർവാധിപനായ സർവശക്തനായ ഇന്നും ജീവിക്കുന്ന ആ നല്ല ദൈവത്തിലേക്ക് കരങ്ങളെ ഉയർത്തി ജീവിതത്തെ ഏൽപ്പിച്ചുകൊണ്ട് പറയാമോ, ഒരു തരി പോലും കുറയില്ല നിന്നോടുള്ള സ്നേഹം, ഒരു തരി പോലും കുറയില്ല നിന്നോടുള്ള സ്നേഹം എന്ന് പറഞ്ഞ്, ഒരു തരി പോലും കുറയില്ല നിന്നോടുള്ള സ്നേഹം. പിന്നെയോ എന്നുയിരേക്കാൾ അരികിൽ നീ എന്നും എന്നും വേണം. കരങ്ങൾ താഴ്ത്തി കണ്ണുകൾ അടച്ച് ആ കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത്, ഇന്ന് പല പ്രശ്നങ്ങളുടെയും കാരണം ഈ സ്നേഹത്തിൻ്റെ കുറവാണ്. ഒരു വീട്ടിലാണ് താമസിക്കുന്നത്, ഒരു മുറിയിലാണ് ഉറങ്ങുന്നത്, പക്ഷെ എന്തോ ചില വ്യക്തികളെ സ്നേഹിക്കാൻ പറ്റുന്നില്ല. സ്നേഹം അത് നഷ്ടപ്പെട്ടാൽ ആ ജീവിതം തകരാൻ തുടങ്ങും. നിങ്ങൾ പ്രാർത്ഥിച്ച് നിങ്ങളുടെ കുടുംബത്തിൽ നല്ലൊരു സ്നേഹം ഉണ്ടാകട്ടെ. നിങ്ങളുടെ കുടുംബത്തിൽ തമ്മിലുള്ള സ്നേഹം വർദ്ധിക്കട്ടെ. സ്നേഹമില്ലാത്തിടത്ത് ആ സ്നേഹം ഉണ്ടാകട്ടെ. വിശ്വാസം നഷ്ടപ്പെട്ട സ്ഥലത്ത് വിശ്വാസം വർദ്ധിക്കട്ടെ. എല്ലാ കണ്ണുകളും അടയ്ക്ക്. എന്നിട്ട് വിശ്വാസത്തോടെ പറയണം, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവം നന്മയാക്കി മാറ്റുന്നേ. വചനം പറയുന്നുണ്ട്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുന്ന് സകലതും നന്മയാക്കി മാറ്റും. നിങ്ങൾ ഇവിടെ വന്നത് ഇതിനകത്തിരിക്കുന്നതിന് നിങ്ങളെ സമ്മതിക്കണം. ഇതിനകത്ത് ഈ ചൂടും ആവിയും പരവേശവും ഉള്ള ഈ ഹാളിൽ തിങ്ങിക്കൂടി നിൽക്കുന്ന നിങ്ങളെ സമ്മതിക്കണം. വേറൊരാളാണ് നിൽക്കത്തില്ല. പുറത്ത് നിൽക്കുന്നവർ, സൈഡിൽ നിൽക്കുന്നവർ, താഴെ നിൽക്കുന്നവർ, സ്ഥലമില്ലാതെ കസേരകളില്ലാതെ നിലത്തും ഒക്കെയായി നിൽക്കുന്നവർ, ഭിത്തിയിൽ ചാരി നിൽക്കുന്നവർ, വാഹനത്തിൽ നിൽക്കുന്നവരൊക്കെയുണ്ട്. എല്ലാ കണ്ണുകളും അടക്കി ദൈവം നിനക്ക് നന്മയായിട്ട് ഒരുക്കി തരും. എന്നിട്ടത് വിശ്വാസത്തോടെ പറയുവാണ്, ദൈവമേ നിന്നോടുള്ള സ്നേഹം ഒരു തരി പോലും കുറയില്ലെന്ന് പറഞ്ഞു. ദൈവമേ നിന്റെ വചനത്തോടുള്ള എൻ്റെ സ്നേഹം ഒരു തരി പോലും കുറയില്ല. കർത്താവേ, ദൈവത്തെ സ്നേഹിക്കുമ്പോൾ ആ സ്നേഹം എൻ്റെ കുടുംബത്തിൽ വന്ന് നിറയണമേ. എൻ്റെ കുടുംബത്തിനകത്തുള്ള സ്നേഹക്കുറവുകൾ പരിഹരിക്കണമേ. സ്നേഹക്കുറവ് പരിഹരിക്കണമേ. ഒരു തരി പോലും കുറയില്ല യേശുവേ നിന്നോടുള്ള സ്നേഹം. എല്ലാവരും പറയാമോ, ഒരു തരി യേശുവേ കുറയില്ല നിന്നോടുള്ള സ്നേഹം. എന്നുയിരേക്കാൾ അരികിൽ നീ എന്നും എന്നും വേണം. പറഞ്ഞു, എന്നുയിരേക്കാൾ അരികിൽ നീ എന്നും എന്നും വേണം. യേശു അപ്പയാണ് എപ്പോഴും എൻ പ്രിയ തോഴനായി. ഒരു ഇമ പോലും അടയാതെ എന്നെ നോക്കിടുന്ന. പറഞ്ഞു, ഒരു ഇമ പോലും അടയാതെ എന്നെ നോക്കിടുന്ന യേശു അപ്പയാണ് എപ്പോഴും എൻ പ്രിയ തോഴനായി. യേശു അപ്പയാണ് എപ്പോഴും എൻ പ്രിയ തോഴനായി.
ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ പരിശുദ്ധ മാതാവേ നമുക്കിരിക്കാം. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ജെയിംസ് അച്ഛൻ, ശുശ്രൂഷകർ, പ്രിയപ്പെട്ട മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ, ഒരിക്കൽ കൂടി പറയാം, ഇതിനകത്ത് ഇങ്ങനെ ഇരിക്കുന്നതിൽ അത്ഭുതമുണ്ട്. ഇങ്ങനെ ഇരിക്കുന്നത് തന്നെ നിങ്ങളെ സമ്മതിക്കണം. കാരണം നല്ല ചൂട് കാണും. പല ഫാനുകളുണ്ടെങ്കിലും ഇതിനകത്ത് നല്ല ബുദ്ധിമുട്ടുണ്ട് ഇരിക്കാൻ. പക്ഷെ നിങ്ങൾ ഇരിക്കുന്നത് ദൈവത്തിൻ്റെ വാക്കുകൾ കേൾക്കാനാണ്, ദൈവത്തിൻ്റെ വചനങ്ങളെ കേൾക്കാനാണ്. അതിലേറ്റവും ദുഃഖിക്കുന്നത് പിശാചായിരിക്കും. നിങ്ങളിവിടെ ഇരിക്കുന്നതിൽ ഏറ്റവും ദുഃഖവും വിമ്മിഷ്ടവും ഇപ്പോൾ പിശാചിനായിരിക്കും. എന്നാൽ നിങ്ങളിവിടെ ഇരുന്ന് വചനം കേൾക്കുമ്പോൾ സ്വർഗം നിങ്ങളെ ഓർത്ത് സന്തോഷിക്കുന്നു. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മുഖം വാത്സല്യത്തോടെയാണെന്ന് വിശ്വസിക്കുക. കാരണം നിങ്ങൾ മറ്റൊന്നിനും വേണ്ടി വന്നവരല്ല, നല്ലൊരു പ്രാർത്ഥന കിട്ടാൻ വേണ്ടി വന്നവരാണ്. ഹല്ലേലൂയ. ആയതിനാൽ ഈ തിരക്കുള്ള സമയത്ത് നിങ്ങളിങ്ങനെ ഇരിക്കുന്നതിൽ, സമയം കണ്ടെത്തിയതിൽ നിങ്ങളെ ബഹുമാനത്തോടെയാണ് കാണുന്നത്, ശ്രേഷ്ഠരായിട്ടാണ് കാണുന്നത്. എങ്ങനെയോ വന്നു പോയവരെന്നല്ല, നിങ്ങൾ ഞങ്ങളുടെ ഈ ഭവനത്തിൽ വന്ന അതിഥികളാണ്, ഞങ്ങളുടെ സുഹൃത്തുക്കളാണ്, ഞങ്ങളുടെ ബന്ധുക്കളാണ്, പ്രിയപ്പെട്ടവരാണ്. നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് വലിയൊരു ബ്ലെസ്സിങ് ആണ്. കാരണം പല പ്രതിസന്ധികളിലും തട്ടുകേട് വരാതെ ഞങ്ങളെ സൂക്ഷിച്ചത് ഇവിടെ ഇരിക്കുന്ന ഒരുപാട് നല്ല മനുഷ്യരുടെ നല്ല പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയെ ഓർത്ത് ദൈവത്തിന് നന്ദി. നല്ലൊരു സമൂഹത്തെ ദൈവം ഒരുക്കി തന്നതിന് നന്ദി. ദൈവത്തിന് എല്ലാ മഹത്വവും ഇന്ന് കൊടുക്കുകയാണ്. ഇന്ന് ഒരു സന്തോഷമുള്ളൊരു കാര്യം പറയാം. ആ ഒരു ചെറുപ്പക്കാരൻ എന്നും അവൻ്റെ അമ്മയോട് പറയും, ഈ ആലയത്തിൽ വരുന്നോണ്ട് ആ അമ്മയോട് പറയും, അമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ലേ? അമ്മയ്ക്ക് വേറെ ഒരു പണിയില്ലേ? അവിടെ പോയാൽ പൈസ കിട്ടുമോ? ഭക്ഷണം കിട്ടുമോ? ഇതൊക്കെ ചോദിച്ച് വിമർശിച്ചു കൊണ്ടിരുന്ന ആ മകൻ ഇപ്പോഴുള്ള പല വെള്ളിയാഴ്ചകളിലും എല്ലാ ദിവസവും മുടങ്ങാതുണ്ട്. ഞാൻ നിർബന്ധിച്ചുകൊണ്ടല്ല, അവൻ്റെ ജീവിതത്തിലെ ഒരു തടസ്സം മാറി. അവൻ്റെ ജീവിതം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടുവെന്ന് വേറെ ആരും പറയാതെ അവന് ബോധ്യമായപ്പം അവൻ ഈ ആലയത്തിൽ തന്നെ വരാൻ തുടങ്ങി. ദൈവം നിങ്ങളെ സഹായിക്കുന്നു എന്ന് വ്യക്തമായി നിങ്ങൾക്ക് ഇവിടെ വച്ച് മനസ്സിലാക്കാൻ കഴിയട്ടെ. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നുവെന്ന് ഇവിടെ വച്ച് ബോധ്യപ്പെടാൻ ഇടയാകട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഞാൻ ഈ വചനം പറയുമ്പോൾ ഇന്നലെ പറഞ്ഞൊരു വാക്ക് ഒന്നും കൂടെ പറയുവാണ്. ചില മനുഷ്യരെ ദൈവം എന്നെ ഉയർത്താൻ ചില മനുഷ്യരെ ദൈവം കാരണമാക്കും. ചില മനുഷ്യരെ ദൈവം, നിന്നെ ഉയർത്താൻ ചില ആൾക്കാരെ ദൈവം അതിന് കാരണമാക്കും. നിന്നെ ഉയർത്താൻ ചില ആളുകളുടെ പ്രാർത്ഥന കാരണമാകും. നിന്റെ ഉയർച്ചയ്ക്ക്, നിന്റെ നന്മയ്ക്ക് ചില ശുശ്രൂഷകൾ, ചില സ്ഥലം കാരണമാകും. കുറച്ചു നാളുകളായി വളരെ ദൂരത്ത് നിന്ന് ഒരാൾ വന്നുകൊണ്ടിരിക്കുവാണ്. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, ഇങ്ങോട്ട് ഇത്രയും ദൂരെ വരണ്ട, നിങ്ങൾക്ക് വണ്ടിക്കൂലി തന്നെ ഇത്രയും പൈസ ആവൂലേ, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യാത്ര തന്നെ ഒരു ദിവസത്തിലധികം വേണം, നിങ്ങൾ വരണ്ടെന്ന് ഞാൻ പറഞ്ഞു. മാസത്തിൽ ഒന്നുങ്ങാനുമൊക്കെ സൗകര്യം പോലൊക്കെ വന്നാൽ മതി, സൗകര്യം പോലെ വന്നാൽ ഇത്ര ദൂരമില്ലേ. അപ്പോൾ അദ്ദേഹം പറഞ്ഞ രണ്ട് വാക്ക്, എനിക്ക് ജീവിതം തന്ന സ്ഥലമാണിത്, എനിക്കൊരു മാറ്റം, ഒരു ഉയർച്ച ജീവിതത്തിൽ എനിക്ക് തന്നത് ഇവിടെയാണ്, ഇവിടെ വെച്ച ദൈവം തന്നെ. ആ ഒരു സ്ഥലത്തെ എനിക്ക് മറക്കാൻ കഴിയത്തില്ല. നിങ്ങളെ ഉയർത്താൻ ചില മനുഷ്യരെ ദൈവം പ്രയോജനപ്പെടുത്തും. ഇന്ന് ഇവിടെ ക്ലാസ് എടുക്കാൻ വരുന്നതിന് മുമ്പ് ഒരു ചെറുപ്പക്കാരൻ ഇന്ന് ഈ നാട്ടിലില്ല. ഏത് നാട്ടിലാണ്? ന്യൂസിലൻഡിലാണ്, ഈ രാജ്യത്തില്ല. അദ്ദേഹത്തിന് ചെരുപ്പ് മേടിക്കാൻ കാശില്ലാത്തൊരു കാലം.
കഴുത്തേൽ ഒരു മാല ഇടാൻ ആഗ്രഹിച്ചപ്പോൾ അത് ഇല്ലാത്തൊരു കാലം, അതിനുള്ള സാമ്പത്തികമില്ല. ഇന്നലെ സൂചിപ്പിച്ച ഒരാൾ തന്നെയാണ്, വെറും ഒരു ഡ്രൈവർ, ലോറിയോ ടിപ്പർ ഓടിച്ചിരുന്ന ഒരു ഡ്രൈവറാണ്, സാധാരണ വാഹനമൊക്കെ ഓടിച്ച് നടക്കുന്ന ആ വ്യക്തിക്ക് ഒരു കല്യാണം പറഞ്ഞപ്പോൾ കല്യാണത്തിന് വേറൊരു വീട്ടിൽ അതിൻ്റെ അന്വേഷണം നടത്തിയപ്പോൾ അവരുടെ കുടുംബക്കാർ പറഞ്ഞു, ഇവനെ കൊണ്ടാണോ ആ പെണ്ണിനെ കെട്ടിക്കുന്നത്? ഇവനെ കൊണ്ട് കെട്ടിക്കാൻ പറ്റും? നിങ്ങൾ എന്ത് ആലോചിച്ചിട്ടാണ്, എന്ത് ചിന്തിച്ചിട്ടാണ് എന്നാണ് വിവാഹാലോചനയുമായി ബന്ധപ്പെട്ട് ഈ അന്വേഷിച്ചപ്പോൾ ചിലർ പറഞ്ഞത്, പ്രിയപ്പെട്ടവർ പറഞ്ഞത്, ഇവനെ കൊണ്ടാണോ കെട്ടിക്കുന്നത്? അവൻ ഡ്രൈവറല്ലേ, അവനൊരു ഡ്രൈവറല്ലേ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ ആ മനോദുഃഖത്തിൽ ജീവിക്കുമ്പോഴാണ് ന്യൂസിലൻഡിലുള്ള നേഴ്സായ ഒരു കുട്ടിയുടെ വിവാഹാലോചന വരുന്നത്. ഒരിക്കലും നടക്കാൻ സാധ്യതയൊന്നുമില്ല, ഇയാൾ ഡ്രൈവറല്ലേ. ഡ്രൈവർക്ക് ആ രാജ്യത്ത് ജോലിയുള്ള ഒരു പെൺകുട്ടിയെ ആര് കല്യാണം പറയും? പക്ഷെ ആ വിവാഹം നടന്നു. ഇന്ന് ആ വ്യക്തി ആ രാജ്യത്താണ്. ഇന്നൊന്നുമില്ലാതെ അന്ന് പൈസ ചോദിച്ചിട്ട് ഇവന് കൊടുക്കാത്തവർ ഇന്ന് ചിലർ അവനോട് ചോദിക്കുന്നുണ്ട്, നീ ഉണ്ടെങ്കിൽ ഒരു 50,000 രൂപ അയച്ചതാ. ഇന്നൊരു മാലയല്ല 10 മാല മേടിക്കാനുള്ള കാശ് കാണും. ഇന്ന് അവനെ ഒരു നല്ല ഉയർച്ചയ്ക്ക് ഒരു കാരണമായ ചില മനുഷ്യരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നല്ല ബന്ധങ്ങൾ, അത് നിന്റെ ഉയർച്ചയ്ക്ക് ദൈവം കാരണമാക്കും. വിശ്വസിക്കാം. ചില ബന്ധങ്ങൾ നമ്മുടെ ഉയർച്ചയ്ക്ക് കാരണമാവും. നിങ്ങളത് വിശ്വസിക്കുന്നോ? ചില ബന്ധങ്ങൾ നമ്മൾ വിചാരിക്കും നമ്മൾ രക്ഷപ്പെടത്തില്ല, പുള്ളിക്ക് വലിയ പഠിപ്പില്ല, എവിടെ പോകാനാ, ഈ ഡ്രൈവറായ മനുഷ്യൻ ആ രാജ്യത്ത് പോകുമോ, ആ രാജ്യത്ത് പോയിട്ട് പുള്ളി എന്നാ ചെയ്യാനാ, പുള്ളിക്ക് അതിന് ഭാഷ അറിയത്തില്ലല്ലോ. ചിലപ്പോൾ നിൻ്റെ ലൈഫിൽ വരുന്നൊരു ബന്ധമായിരിക്കാം അത് നിൻ്റെ ഉയർച്ചയ്ക്ക്, രക്ഷയ്ക്ക്, നന്മയ്ക്ക് കാരണമാകുന്നേ. സത്യമാണ്. ദൈവം ചിലരെ പ്രയോജനപ്പെടുത്തും. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട്, ഇപ്പോഴല്ല കുറച്ച് വർഷങ്ങൾക്ക് പ്രാർത്ഥിച്ചിട്ട് പുൽപ്പള്ളിക്ക് പോകാൻ ബസ് കാത്തു നിന്ന് ഇവിടുന്ന് വണ്ടി കയറി വടുവഞ്ചാലിൽ ചെന്നു. വടുവഞ്ചാലിൽ നിന്ന് സുൽത്താൻ ബത്തേരിക്ക് ബസ് കാത്ത് വടുവഞ്ചാൽ ടൗണിലുള്ള വെയിറ്റിംഗ് ഷെഡിൽ ഇരിക്കുമ്പോൾ ഇതാ ബാഗും തൂക്കി വേറൊരു സഹോദരി അവിടെ നിൽക്കുന്നു. ബസ് വരാൻ വൈകിയത് കൊണ്ട് ഇവർ തമ്മിൽ സംസാരിച്ചു. നിങ്ങളെവിടുന്നാ? ഞാനങ്ങ് പുൽപ്പള്ളിയിൽ നിന്നാണ്. അങ്ങനെ ബസ് വരാൻ വൈകിയ സമയത്തുള്ള സംഭാഷണത്തിൽ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചു പോയ സഹോദരി ചോദിച്ചു, നിങ്ങളിപ്പോൾ എവിടെയാണ് ജോലി ചെയ്യുന്നത്? അപ്പോൾ അവർ പറഞ്ഞു, ഞാൻ ഇസ്രായേലിലാണെന്ന് പറഞ്ഞു. അവരുടെ ആരോ ഒക്കെ ഈ ദേശത്തുണ്ട്. അപ്പോൾ ഇവർ ചോദിച്ചു, ചേച്ചി എനിക്ക് ഇസ്രായേലിൽ പോകണമെന്ന് വലിയൊരാഗ്രഹമുണ്ട്, നിങ്ങളെ ആരാ കൊണ്ടുപോയേ? നിങ്ങളുടെ നമ്പറും തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അവിടെ കിടന്ന് ഒരു പേപ്പർ എടുത്തേച്ച് അതിലൊരു നമ്പർ എഴുതി കൊടുത്തു. ആ ബന്ധമാണ് ഇവിടെ പ്രാർത്ഥിച്ചു പോയ ആ സഹോദരി ആ രാജ്യത്ത് പോകാൻ കാരണമായി. ഒരു ബന്ധം, ഒരു നമ്പർ ഒരാൾ എഴുതി തന്ന, അത് നിലത്ത് കിടന്ന ഒരു പേപ്പറിൽ ബാഗിൽ നിന്ന് എടുത്തൊരു ഒരു നമ്പർ എഴുതി കൊടുത്ത ആ ഒരു ബന്ധമാണ്. ചില ബന്ധങ്ങൾ എൻ്റെ ശിരസ് ഉയർന്ന് ജീവിക്കാൻ ദൈവം അത് കാരണമാക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കും, എൻ്റെ ജീവിതം ഇനി രക്ഷപ്പെടുമോ? നാളുകളെ തീരുമാനിക്കുന്ന ദൈവമാണ്. നിന്റെ ഉയർച്ചയ്ക്ക് ദൈവം ചിലത് മനസ്സിൽ കണ്ടിട്ടുണ്ട്. നിന്റെ രക്ഷയ്ക്കുള്ളത് ദൈവം ഈ മേശയിൽ വച്ചിട്ടുണ്ട്. ഇത് ഒരു വിരുന്ന് മേശയാണ്. ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന മനുഷ്യരെ അനുഗ്രഹങ്ങൾ വിളമ്പിക്കൊടുക്കുന്നൊരു മേശയാണ്. ഈ മേശയിൽ നിനക്കുള്ളതിനെ ദൈവം ഒരുക്കി വച്ചിട്ടുണ്ട്. എൻ്റെ ഉയർച്ചയ്ക്ക് ചില ശുശ്രൂഷകൾ കാരണമാകും. ചിലരുടെ കൈവപ്പ് പ്രാർത്ഥന കാരണമാകും. ചിലർ കൈവച്ച് പ്രാർത്ഥിച്ചത് ആ പ്രാർത്ഥന കൊണ്ട് ചിലർ രക്ഷപ്പെടും, ചിലർ അനുഗ്രഹിക്കപ്പെടും. ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച ഒരു ചെറുപ്പക്കാരൻ തന്നെ പ്രാർത്ഥിച്ചിട്ട് ആ വ്യക്തിയുടെ വിസ പല പ്രാവശ്യം റിജക്റ്റ് ആയതാണ്. അപ്പോൾ അവരുടെ കുടുംബത്തിൽപ്പെട്ട ആളുകൾ ആ രാജ്യത്തുണ്ട്.
ആ രാജ്യത്തുള്ളതുകൊണ്ട് അവർ വിളിച്ച് ചോദിച്ചു, ഈ വിസയെല്ലാം റിജക്റ്റ് ആവുക, വിസ കിട്ടുന്നില്ല. അപ്പോൾ അവർ പറഞ്ഞു, ഇത്രയും റിജക്റ്റായ സ്ഥിതിക്ക് ഇനി വിസ കിട്ടാൻ സാധ്യതയില്ല, നിങ്ങൾ വേറെ ഏതെങ്കിലും രാജ്യത്തേക്ക് നോക്ക്. അങ്ങനെ പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ ഈ ഹാളിൽ എവിടെയോ ആ വ്യക്തി ഇരുന്നു. എന്നിട്ട് അവരുടെ കയ്യിലുണ്ടായിരുന്ന പാസ്പോർട്ട് തുറന്ന് പിടിച്ചു. ഈ ബുക്ക് തുറന്ന് പിടിക്കുന്ന പോലെ തുറന്ന് പിടിച്ച് ഇങ്ങനെ ഹൃദയത്തോട് ഇങ്ങനെ ചേർത്ത് പിടിച്ച് ആരാധനയിൽ പ്രാർത്ഥിച്ചു. ആ വിസയിലെ തടസ്സം മാറി എനിക്ക് ആ രാജ്യത്ത് പോകാൻ പറ്റണമെന്ന്. പക്ഷേ അറിയുന്നവരും ആ രാജ്യത്തുള്ളവരും പറഞ്ഞ് വിസ കിട്ടാൻ സാധ്യതയില്ലെന്ന്. പക്ഷെ അദ്ദേഹം ഇങ്ങനെ ഹൃദയത്തിൽ നിന്ന് ആ പാസ്പോർട്ട് എടുത്തപ്പോൾ ചുമ്മാ ആ പേജ് നോട്ട് ചെയ്തു. ആ പേജ് ഒന്ന് നോട്ട് ചെയ്തു. ഞാൻ ഈ ആരാധനയുടെ സമയത്ത് തുറന്നു വച്ച എൻ്റെ പാസ്പോർട്ടിലെ പേജ് യാദൃശ്ചികമാണോ അതോ എങ്ങനെയാണ് സംഭവിച്ച ആ വ്യക്തിയുടെ സാക്ഷ്യം എങ്ങനെയാണ്? അച്ഛാ, ഞാൻ ആ തുറന്നു പിടിച്ച ആ പേജിൽ തന്നെ എനിക്ക് വിസ അടിച്ചു വന്നു. ആ പേജിൽ തന്നെ. അത് യാദൃശ്ചികമാണോ ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിച്ചതാണോ അതൊന്നും എനിക്ക് പറയാൻ അറിയില്ല. പക്ഷേ ആ രാജ്യത്തിൻ്റെ വിസ വന്നത് അതേ പേജിലാണ്. നോട്ട് ചെയ്ത് വെച്ചിരുന്നു. പ്രാർത്ഥിച്ചപ്പോൾ തുറന്നു വച്ച ആ പേജ് പോലും എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുന്ന സ്ഥലമാണിത്. എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ദൈവം തരുമെന്ന് വിശ്വസിക്കുക. എൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തരും. എൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തരും. എൻ്റെ പ്രാർത്ഥനയെ ദൈവം അനുഗ്രഹിക്കും. ഹല്ലേലൂയ. അതോടൊപ്പം 1-2 സാക്ഷ്യങ്ങൾ വേഗത്തിലൊന്ന് വെറുതെ പറയാം. അനുഗ്രഹമാണ്. നമ്മളിങ്ങനെയൊക്കെ നടക്കുമെന്നും നമ്മൾ ചിന്തിക്കത്തില്ല. അതുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത്. നമുക്കിതൊക്കെ തോന്നും, ഇതൊക്കെ എന്തോ ഒരു കഥയാണെന്നൊക്കെ നമുക്ക് തോന്നും, ഇതൊക്കെ ചുമ്മാതാന്ന് നമുക്ക് തോന്നും. പക്ഷെ ഇത് ഒരാളുടെ അനുഭവം ഞാൻ നിങ്ങളോട് പറയാം. അതൊരു അമ്മയുടെ അനുഭവമാണ്. ആ അമ്മയുടെ മകൻ ഭയങ്കര പ്രശ്നമാണ്. നിസ്സാര പ്രശ്നമൊന്നുമല്ല. ആ അമ്മയ്ക്ക് മകനെ ഭയമാണ്. സത്യം പറഞ്ഞാൽ ആ അമ്മ പ്രാർത്ഥിച്ചത് ഇന്ന് ഞാൻ ഓർക്കുന്നുണ്ട്, അച്ചോ അവൻ മരിച്ചു പോകുന്ന നല്ലേന്ന്. കാരണം പേടി. ആ അമ്മ പറഞ്ഞത് ഇങ്ങനെയാണ്, എൻ്റെ വീട്ടിലെ എല്ലാ പാത്രവും പൊട്ടാൻ പറ്റുന്ന എല്ലാ പാത്രവും പൊട്ടിച്ചു. TV പൊട്ടിച്ചു, മിക്സി പൊട്ടിച്ചു, സ്വിച്ച് ബോർഡ് പൊട്ടിച്ചു, ജനൽ പൊട്ടിച്ചു, എല്ലാം പൊട്ടിക്കുകയാണ്. ലഹരിക്ക് അടിമയായ മനുഷ്യന് കണ്ണും കാണൂല, ചെവിയും കേൾക്കൂല, ഒരു ഭ്രാന്തനെ പോലെ. അവൻ്റെ മുറിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു പ്രത്യേക രീതിയാണെന്നാണ് പറഞ്ഞത്. എല്ലാം ഇട്ട ഡ്രസ്സെല്ലാം ഊരിയിട്ട് എല്ലാ ഡിസോർഡറാണ് അവൻ്റെ മുറി പോലും. ആ അമ്മ പ്രാർത്ഥിച്ചത് വിഷമം കൊണ്ട് പ്രാർത്ഥിച്ചത്. ചിലപ്പോൾ മരിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടൊന്നും ആയിരിക്കണമെന്നില്ല, പക്ഷെ ആ സങ്കടത്തിൽ മരിച്ചു പോയാൽ മതിയായിരുന്നു, ഇങ്ങനെ ഒരാൾ വേണ്ട എന്ന് പ്രാർത്ഥിച്ച അമ്മ. നിങ്ങൾ ഓർക്കണം അടുത്ത അത്ഭുതം. ആ മകന് അച്ഛനെ ഇഷ്ടമല്ല, പ്രാർത്ഥിക്കുന്നവരും ഇഷ്ടമല്ല, ധ്യാനം ഇഷ്ടമല്ല, പള്ളി ഇഷ്ടമല്ല, വിശ്വാസിയെ അല്ല, അങ്ങനത്തെ ഒരാളെ അല്ല. അവനോട് ഒന്ന് പറഞ്ഞാൽ 10 തിരിച്ചു പറയും. പക്ഷെ അമ്മ അന്ന് മുതൽ പ്രാർത്ഥിച്ച് ഇവിടുന്ന് പോയപ്പോൾ ചെയ്തൊരു കാര്യം ഇങ്ങനെയാണ്. അവൻ്റെ വസ്ത്രങ്ങളൊന്നും, സത്യം പറഞ്ഞാൽ അടിവസ്ത്രം പോലും അവൻ അലക്കത്തില്ല. എല്ലാം ഇവിടെ ഊരിയിട്ടിട്ട് പോവുക. അവൻ്റെ അമ്മയാണ് അലക്കുന്നത് എന്ന് പറയാൻ പറ്റുമോ എന്നറിയാൻ പാടില്ല. അലക്കുമ്പോൾ ആ അമ്മ പറയും, ഡെയിലി ബ്ലെസ്സിങ്ങിൽ കേൾക്കുന്ന, ഓരോ ദിവസവും കേൾക്കുന്ന വചനം, അവൻ്റെ വസ്ത്രം അലക്കുമ്പോൾ ഈ അമ്മ പറയും, കർത്താവേ, ഇന്ന് ഞാൻ കേട്ട ആ വചനം ഇവനിടുന്ന ഈ വസ്ത്രത്തിൽ തൊടണം. ഈ വചനം ഇവനോട് പറഞ്ഞിട്ട് കാര്യമില്ല, ഈ വസ്ത്രത്തിൽ വരണം. ഇവൻ ഈ വസ്ത്രം അലക്കി തേക്കുമ്പം അമ്മ പറയും, ഈ വചനം പറയും, ഈ വസ്ത്രം ഇവനിടുമ്പോൾ അവൻ്റെ മുറികൾ അടിച്ചു വാരുമ്പോൾ അമ്മ അന്ന് കേട്ട വചനം പറയും. ഇവൻ കിടക്കുന്ന മുറി, ഇവൻ കിടക്കുന്ന കട്ടിൽ, ബെഡ്ഷീറ്റ്, ഇത് മടക്കി വയ്ക്കുമ്പോൾ ആ വചനം പറയും. ആ വചനം പറഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവർ ചായ വേണമെന്ന് പറയുമ്പോൾ ആ ചായ വയ്ക്കുന്ന വെള്ളം, ചായപ്പൊടി, പഞ്ചസാര, ഇതിലെല്ലാം ഈ വചനം പറയും. ഉറക്കെയല്ല, ദൈവം ഇവൻ കുടിക്കുന്ന ഈ ചായയിൽ
ഇവന് വേണ്ടി ഉണ്ടാക്കുന്ന ഇടുന്ന ചായപ്പൊടിയിൽ ഈ വചനം അവനെ തൊടണം, ഈ വചനം അവനെ തൊടണം എന്ന് പ്രാർത്ഥിച്ച്. ഞാൻ ആദ്യമായിട്ടും കേൾക്കുന്ന രീതികളാണ്. വീണ്ടും ഇങ്ങനെ പ്രാർത്ഥിച്ച് ആ അമ്മ പറയുവാണ്, രാവും പകലും പോലെ അവൻ്റെ ജീവിതം മാറി. അവൻ ഒരു ഏജൻസിയുടെ പേര് പറഞ്ഞു. ഒരു ഏജൻസിയുടെ പേര്, ഞാൻ ആ ഏജൻസിയുടെ പേര് പറയാം, അവൻ പരസ്യമായിട്ട് പറയുമല്ല. യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ആളുകളെ കൊണ്ടുപോകുന്ന ഒരു ഏജൻസിയിൽ പോയി തിരിച്ചു വന്ന് കുറേ രാജ്യങ്ങളിൽ പോകാനുള്ള കുറേ കാർഡുകൾ കൊണ്ടുവന്നിട്ട് ഇവൻ അമ്മയോട് പറഞ്ഞു, എനിക്ക് ഇന്ന സ്ഥലത്ത് പോകണമെന്ന് വലിയൊരു ആഗ്രഹമുണ്ടെന്ന്. ഇങ്ങനത്തെ ഒരു മനുഷ്യനെ അല്ല ഇവിടെ കൂട്ടുകൂടണം, കൂട്ടുകാരുടെ കൂടെ പോകണം, കുടിക്കണം, വലിക്കണം, ഇങ്ങനെ ജീവിക്കുന്ന ഒരാൾ, അതും കല്ലുപോലെയുള്ള ഒരാൾ ജീവിതത്തിൽ മാറാൻ തുടങ്ങി. എൻ്റെ പ്രഭാഷണം കൊണ്ടല്ല, ഞാൻ പറഞ്ഞ ഈ പുസ്തകത്തിലെ വചനങ്ങൾ കൊണ്ട്, എൻ്റെ പ്രഭാഷണങ്ങളുടെ പ്രത്യേകത കൊണ്ടല്ല, പ്രസംഗത്തിൻ്റെ പ്രത്യേകതകൾ കൊണ്ടല്ല. ഞാനൊരു സാധാരണ മനുഷ്യനാണ്. ഞാനൊരു യോഗ്യതയുള്ള ഒരു മനുഷ്യനൊന്നുമല്ല. ഞാനൊരു അയോഗ്യനായ ഒരു മനുഷ്യൻ തന്നെയാണ്. സാധാരണ മനുഷ്യനാണ്. എൻ്റെ കഴിവുകേടും ദൈവത്തിന് അറിയാമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞ വാക്കുകൾ, ദൈവത്തിൻ്റെ വാക്കുകൾ മനുഷ്യനെ വല്ലാതെ മാറ്റുന്നുണ്ട്. ദൈവം സഹായിച്ചിട്ടുണ്ട്. ഭയങ്കര അത്ഭുതമാണ്. ഒരിക്കലും ഇവിടെ കൊണ്ടുവരണം, ഒരിക്കലും ഇവിടെ നിർത്തണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ആ കുടുംബത്തെ ദൈവം സഹായിക്കും. ഒന്നും കൂടി ഒരു കാര്യം, നമ്മുടെ ഉദ്ദിഷ്ട കാര്യങ്ങളെ ദൈവം സാധിപ്പിച്ചു തരും. വിശ്വസിക്കുന്നു? നമ്മുടെ ഉദ്ദിഷ്ട കാര്യങ്ങളെ ദൈവം അതുകൊണ്ട് ആ ദൈവത്തെ നോക്കിയിട്ടാണ് മുമ്പേ പാട്ടുകാരൻ പാടിയത്. ഒരു തരി പോലും കുറയില്ല നിന്നോടുള്ള സ്നേഹം, ഒരു തരി പോലും കുറയില്ല നിന്നോടുള്ള സ്നേഹം, എന്നുയിരേക്കാൾ അരികിൽ നീ എന്നും വേണം. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ഈ ദൈവത്തിൻ്റെ സ്നേഹം ഒരു അനുഭവം കൂടി പറയട്ടെ. ഒരു ഭാര്യയും ഭർത്താവും വന്ന് ഇവിടെ ശുശ്രൂഷ കഴിഞ്ഞിട്ട് പ്രാർത്ഥന മേടിച്ച് പോകുമ്പോൾ അവർ രണ്ടുപേരും, ഭാര്യയും ഭർത്താവും, അവർക്ക് ഓരോരുത്തരുടെ ശിരസിൽ കരങ്ങൾ വെച്ചപ്പോൾ അവർ പറഞ്ഞു, ഫാദർ ഞങ്ങളെ രണ്ടുപേരുടെയും തലയിൽ ഒരുമിച്ച് കൈവച്ച് പ്രാർത്ഥിക്കണം. അപ്പോൾ ചോദിച്ചു, അതെന്താണ് അങ്ങനെ പറഞ്ഞത്? അപ്പോൾ പറഞ്ഞു, ഞങ്ങൾ വിവാഹം കഴിഞ്ഞിട്ട് ഇത്ര വർഷമായി, ഞങ്ങൾക്ക് മക്കളില്ല, മക്കളുണ്ടാവുകയില്ല. അപ്പോൾ ചോദിച്ചു, അതെന്താ അങ്ങനെ പറഞ്ഞത്? അല്ല, ഞങ്ങളെ ചികിത്സിച്ച പ്രഗത്ഭരായ പ്രസിദ്ധരായ ഡോക്ടർമാർ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ആ സത്യം അംഗീകരിച്ചേ മതിയാകത്തുള്ളൂ, നിങ്ങൾക്ക് തലമുറകൾ ഉണ്ടാകത്തില്ല. പക്ഷെ എന്നാലും പ്രാർത്ഥിക്കുമ്പോൾ അതിലൊരാൾ നന്നായി കരയുന്നുണ്ടായിരുന്നു, ഒരാൾ സാധാരണ പോലെയുമായിരുന്നു. അപ്പോൾ അവരുടെ വീടിനകത്ത് അന്ന് പ്രാർത്ഥിച്ച് ഡോക്ടർമാർ പറഞ്ഞു, മക്കൾ നിങ്ങൾക്കുണ്ടാകത്തില്ല, നിങ്ങൾ സത്യം അംഗീകരിച്ചേ പറ്റത്തുള്ളൂ. ഓക്കെ, അത് വലിയ ദുഃഖമാണ്, എന്നാൽ അവരത് അംഗീകരിച്ചിരിക്കുക. പക്ഷേ പ്രാർത്ഥിച്ചിട്ടൊരു മെസ്സേജ് പറഞ്ഞത് ഡോക്ടർമാർ, ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല, എനിക്ക് ഒരു ഡോക്ടറോടൊപ്പം നിൽക്കാനുള്ള യോഗ്യത പോലും ഇല്ല, പക്ഷേ ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞു. അവർ പറഞ്ഞെന്നെ ഓർമ്മപ്പെടുത്തി, നിങ്ങളുടെ കൈകൾ കൊണ്ടൊരു കുഞ്ഞിനെ നിങ്ങൾ എടുക്കും, നിങ്ങളൊരു സാക്ഷ്യം പറയും. അല്ല, ഞങ്ങളെ 3, 4, 5, 6 ഡോക്ടർമാർ പിന്നെ പല ആളുകളെ ഞങ്ങൾ സമീപിച്ച് ഒരാൾ പോലും സാധ്യതയില്ലാത്ത സമയത്താണ് ഈ വാക്ക് കേൾക്കുന്നത്. പറയുന്ന നമുക്ക് ബുദ്ധി കൊണ്ട് ചിന്തിക്കുമ്പോൾ തോന്നും, പറഞ്ഞത് അബദ്ധമായോ? അന്നു മുതൽ ആ വീട്ടിലെ ആ സഹോദരി ചെയ്തത്, തുണിക്കടയിൽ പോയി കുട്ടികൾക്കുള്ള കുറച്ചധികം ഡ്രസ്സ് മേടിച്ചോണ്ട് പോകും. മക്കളുണ്ടാകാത്തവരെന്തിനാണ് കുഞ്ഞുങ്ങൾക്കിടാനുള്ള ഡ്രസ്സ് മേടിക്കുന്നത്? അതൊരു വിശ്വാസമാണ്. വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നത് ലഭിക്കും
എന്ന ഉറപ്പാണ്. തുണിക്കടയിൽ പോയി, അപ്പം തുണിക്കടയിലെടുത്ത് അത് ആൺകൊച്ചിന് വേണോ പെങ്കൊച്ചിന് വേണോ എന്ന് ചോദിച്ചാൽ അവർ ഡ്രസ്സ്. അപ്പോൾ അവർ പറഞ്ഞ് ആൺകൊച്ചായാലും പെങ്കൊച്ചായാലും ഇടാൻ പറ്റുന്ന ഡ്രസ്സ് മതി എന്ന് പറഞ്ഞു. ചെറിയ കുട്ടികൾക്ക് ഉള്ള ഡ്രസ്സ്, അത് എല്ലാ ഡ്രസ്സും അവർക്ക് ചേരും. അപ്പോൾ അങ്ങനെ കുറച്ച് ഡ്രസ്സ് മേടിച്ച് അതിലൊരു ഉടുപ്പ് ഒരു കട്ടിലയിൽ വിരിച്ചു വെച്ചു. അതിൻ്റെ അടുത്ത് ഒരു പാവയും. എന്നിട്ട് അവർ പ്രാർത്ഥിക്കുകയാണ്, ഡെയിലി ബ്ലെസ്സിങ്ങിൽ വചനം കേൾക്കുമ്പോൾ ഈ ഉടുപ്പ് ഞങ്ങൾക്കുണ്ടാകുന്ന കുഞ്ഞിനെ ധരിപ്പിക്കാൻ ഭാഗ്യം തരണം. ആമേൻ. അതായത് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നു സാധ്യതയില്ലെന്ന്. ഇവരെന്നാ മണ്ടന്മാരാണോ? ആരെയും കണ്ടാൽ ചിരിക്കും, ആരെയും കണ്ടാൽ അവർ ഉള്ളിച്ചിരിക്കും. എന്ത് മണ്ടന്മാരാണ് ഇവർ. അതൊരു വിശ്വാസമാണ്. നമ്മുടെ ഉദ്ദിഷ്ട കാര്യങ്ങളെ സ്വർഗത്തിലെ ദൈവം സാധിച്ചു തരും. നിങ്ങളിത് ചിന്തിക്കുമ്പോൾ നമുക്ക് തോന്നി ഇവർക്ക് എന്തോ പ്രശ്നം പറ്റിയെന്ന്. ഒരു കൊച്ചിനെ ഒരു ഡ്രസ്സ് കട്ടിലെ വിരിച്ചു വെച്ചിരിക്കുന്നു, പാവ മേടിച്ചു വെച്ചിരിക്കുന്നു, 3-4 ജോഡി ഡ്രസ്സ് അലമാരിൽ അടുക്കി വെച്ചിരിക്കുന്നു. മക്കൾ ഉണ്ടാകുകയല്ലാത്ത ഒരു ഭാര്യയും ഭർത്താവും മക്കൾക്കുള്ള ഡ്രസ്സ് മേടിച്ച് വെക്കുമോ? പക്ഷേ അവരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ സംഭവിച്ചു. ഒരു കുഞ്ഞിനെ അവർക്ക് ദൈവം കൊടുത്ത് അനുഗ്രഹിച്ച് നിൽക്കുന്ന സമയത്താണ് ഞാൻ ഈ സാക്ഷ്യം നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നുണയല്ല, സത്യമാണ്. നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് ദൈവം ഒരു ഉത്തരം നൽകുന്നുണ്ട്. ഒരു 16-ാം തീയതി പ്രാർത്ഥിച്ചു, 18-ാം തീയതി പറഞ്ഞു എനിക്ക് ജോലിയുടെ ഓഫർ ലെറ്റർ വന്നു എന്ന്. 15-ാം തീയതിയാണോ 16-ാം തീയതിയാണോ എന്ന് എനിക്ക് വ്യക്തമല്ല. പ്രാർത്ഥിച്ചത് അങ്ങനെ ഒരു ദിവസം. പക്ഷെ 3-ാം പൊക്കം മെസ്സേജ് വന്നിരിക്കുക. കൃത്യം ഡേറ്റ് സത്യമല്ല, അറിയില്ല, 15ആണോ 16ആണോന്ന് അറിയില്ല. പ്രാർത്ഥിച്ചു, 18-ാം തീയതി മെയിൽ ഓഫർ ലെറ്റർ വന്നു, ജോലിക്കുള്ള ഓഫർ ലെറ്റർ. പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്, പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. ഇതുകൊണ്ട് ഇത്രയും നമ്മളെ അനുഗ്രഹിക്കുന്ന ദൈവത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത്, പാടാൻ പോകുന്നത്, പ്രാർത്ഥിക്കാൻ പോകുന്നത്. നിങ്ങളും അറിഞ്ഞ ദൈവത്തെ ഒരിക്കലും മറക്കല്ല്. ഒരു ഉദാഹരണം ഞാൻ പറയുവാണ്. ഈ പറമ്പിനകത്തൊരു തേനീച്ചപ്പെട്ടിയുണ്ട്. തേനീച്ചപ്പെട്ടി, അത് അവിടെ ഒരു വിറക് പുര ഉണ്ടായിരുന്നു. ആ വിറക് പുരയിൽ ഒരു ദിവസം നോക്കിയപ്പോൾ ഒരു സെറ്റ് ഈച്ച വന്ന് കൂടിയിരിക്കുക, തേനീച്ച. ഞാൻ ഇവിടെയുള്ള ഒരാളെ, സാജു എന്ന് പറയുന്ന ഒരാളെ വിളിച്ച് അതൊരു പെട്ടിക്കകത്താക്കി. ഇടയ്ക്കെല്ലാം ഞാൻ പോയി നോക്കും, തേനീച്ചയുണ്ടോ എന്ന്. കുറച്ച് കഴിയുമ്പോൾ 1-2 ഈച്ചയൊക്കെ ചത്ത് കിടക്കുന്നത് കണ്ടു. അപ്പോൾ ഞാൻ ഒരാളോട് ചോദിച്ച് ഇതെന്നെ. അപ്പോൾ പറഞ്ഞു മഴക്കാലമല്ലേ, അതിന് പഞ്ചസാര കലക്കി കൊടുക്കണമെന്ന് പറഞ്ഞു. ഈച്ചയ്ക്ക് പഞ്ചസാര കൊടുക്കണോ? അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ പറഞ്ഞു ഇപ്പം തേനൊന്നും കിട്ടാനില്ല, പൂക്കളൊന്നും ഇല്ലാത്തതുകൊണ്ട് പെട്ടിയിലിരിക്കും തേന് അല്ലെങ്കിൽ പഞ്ചസാര ബെല്ലം കലക്കി കൊടുക്കും. അപ്പം ഞാൻ എൻ്റെ അറിവിലൊരു കുറേ പഞ്ചസാര കലക്കിയിട്ട് ഒരു ചിരട്ടയ്ക്കകത്താക്കി തേനീച്ചപ്പെട്ടിയുടെ താഴെ വെച്ച് കൊടുത്തു. അപ്പം ഞാനിങ്ങനെ ചിന്തിച്ച് ഈച്ച എങ്ങനെ അറിയൂ ഇത്? ഇനി പോയി അതിനെ ഇളക്കിയാൽ കുത്തും കിട്ടും. ഞാൻ 10 മിനിറ്റ് ഇടപെട്ട് പോയി നോക്കും, ഈ ഞാൻ വച്ച ഈ പഞ്ചസാര ലായനി ഈ ഈച്ച എടുക്കുന്നുണ്ടോ? ഒരനക്കവും ഇല്ല. ഞാൻ കുറച്ച് നേരം കഴിഞ്ഞ് ഒരു അരമണിക്കൂറെങ്കിലും കഴിഞ്ഞാണ് ഞാൻ പോയപ്പോൾ 2 തേനീച്ച അതിനകത്ത് വന്നിരിപ്പുണ്ട്, 2 അപ്പോൾ എനിക്ക് തോന്നി ഇതുവരെ കണ്ടെന്ന്. പിന്നെ ഞാൻ മറന്നുപോയി കാര്യം. കുറച്ച് കഴിഞ്ഞ് ഞാൻ വരുമ്പോൾ ആ ചിരട്ട കാണത്തില്ല, അകത്ത് കാണത്തില്ല. അത്ര ഈച്ച അതിനകത്ത് വന്ന് നിറയെ ഇത് കുടിക്കുകയാണ്. ഈ പഞ്ചസാര ലായനി ഈച്ചകൾ അവിടെ ഇരുന്ന് കുടിക്കുകയാണ്. അപ്പം ഞാൻ ചിന്തിച്ചു, ഈ ആദ്യത്തെ 2 ഈച്ച ആ പെട്ടി ചെന്ന് മറ്റ് ഈച്ചകളോട് പറഞ്ഞു കാണും സംഭവമുണ്ട്, വാ സംഭവമുണ്ട്, ഇവിടെ ഇവിടെ പഞ്ചസാര കലക്കി വച്ചിട്ടുണ്ട്, വാ. ഇത് മിക്കവാറും ഈ 2 ഈച്ച പോയി മറ്റ് ഈച്ചകളെ കൂട്ടിക്കൊണ്ടു വന്നതായിരിക്കും ഇത്.
ഈച്ചകൾ ചെയ്യുന്നതാണ് നമ്മളും സത്യം പറഞ്ഞ് ചെയ്യുന്നത്. ഞാൻ അറിഞ്ഞ സത്യത്തെ, ഞാൻ അറിഞ്ഞ ദൈവത്തെ, ഞാൻ അറിഞ്ഞ വചനത്തെ കേൾക്ക്, നിങ്ങളും അനുഗ്രഹിക്കപ്പെടും. വാ, നിങ്ങളും കേൾക്ക്, നിങ്ങളും ഈച്ചകൾ പോലും അങ്ങനെ ചെയ്യുന്നുണ്ട്. തേനീച്ചകൾ ചെയ്യുന്നു. ഞാൻ ഒരു ദിവസം ചായ എടുത്തപ്പോൾ പഞ്ചസാര താഴെ വീണുപോയി. ഞാനത് മൈൻഡ് ചെയ്തില്ല. കുറച്ച് ചെന്നപ്പോൾ ആ പഞ്ചസാര അവിടെ വീണപ്പോൾ അവിടെ ഉറുമ്പൊന്നും ഇല്ലായിരുന്നു. പിന്നീട് കുറച്ച് സമയം കഴിഞ്ഞ് ചെന്നപ്പോൾ ഒരു കൂട്ട ഉറുമ്പ്. എങ്ങനെയാണ് അവിടെ ഉറുമ്പ് വന്നു? അവിടെയൊന്നും ഉറുമ്പില്ലായിരുന്നല്ലോ. എങ്ങനെയോ അതിന് മണത്തറിഞ്ഞു, ഇന്ന സ്ഥലത്ത് പഞ്ചസാരയുണ്ട്. പിന്നെ വലിയ ക്യൂ ആണ്, ഉറുമ്പിൻ്റെ ക്യൂ വരികയാണ്. ഈ പഞ്ചസാര പെറുക്കാൻ വേണ്ടി ഉറുമ്പിൻ്റെ ക്യൂ ലൈനായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഏതോ ഒരു ഉറുമ്പ് ചെന്ന് പറഞ്ഞു മറ്റേ ഉറുമ്പിനോട് അതിൻ്റെ ഭാഷയിൽ പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവമുണ്ട്, വേഗം പോയി. എല്ലാം പെട്ടിയും കിടങ്ങളും എടുത്ത് വന്നിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഇവിടെ എത്ര ആളുകൾ വന്നതെന്നറിയാമോ? ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചു കിട്ടിയ അനുഗ്രഹങ്ങൾ പലർക്കും അനുഭവമാകുമ്പോൾ അവർ ഫോണിലൂടെ, വാട്സപ്പിലൂടെ, വാ ഒരു ദിവസം നമുക്കൊന്ന് പോകാം, ഒരു ദിവസം വാ പോകാം. ദൈവത്തിൻ്റെ അനുഗ്രഹം ആസ്വദിച്ചതുകൊണ്ടാണ് ഇത്രയും ആളുകൾ ഈ സ്ഥലത്തും അകത്തും പുറത്തും ഒരുമിച്ച് വന്നിരിക്കുന്നത്. ഇത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. ഇത് ദൈവത്തിൻ്റെ കാരുണ്യമുള്ള സ്ഥലമാണ്. ഈ സ്ഥലത്തെ അനേകരുടെ ഉയർച്ചയ്ക്ക് ദൈവം കാരണമാക്കും. അനേകരുടെ ഉയർച്ചയ്ക്ക് ദൈവം കാരണമാക്കും. ഒന്നാ കരമുയർത്തി, ശബ്ദമുയർത്തി പറയാമോ? ഹല്ലേലൂയ. ശബ്ദമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചൊരു വാക്ക് പറയട്ടെ. ഇന്ന് ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ചിലപ്പോൾ നമ്മൾ ചിന്തിക്കത്തില്ല. ഇന്ന് നമ്മുടെ വീട്ടിലെല്ലാം കുറയുന്നത് സ്നേഹമാണ്. എല്ലാവരും തമ്മിൽ മിണ്ടുന്നുണ്ട്, പറയുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്. പക്ഷേ എന്തോ ഒരു സ്നേഹക്കുറവ് പലരുടെയും മനസ്സിലുണ്ട്. ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് എൻ്റെ ഭവനത്തിൽ സ്നേഹം ഉണ്ടാകുന്നത്. ഹല്ലേലൂയ. ദൈവത്തെ നമ്മൾ സ്നേഹിക്കുമ്പോൾ, ഇന്നൊരാൾ പറഞ്ഞതുപോലെ, ഇന്നൊരാൾ പറഞ്ഞു, ഈ ഭൂമിയിലെ മനുഷ്യൻ്റെ ജീവിതം വയറ് കുറയാനും വയറ് നിറയാനുമാണ്. എന്തിനുള്ള ജീവിതമാണ്? വയറ് ഉള്ളവർ വയറ് കുറയ്ക്കാൻ ശ്രമിക്കുന്നു, ചില ആളുകൾ വയറ് നിറയ്ക്കാൻ ശ്രമിക്കുന്നു. കുറേ പേർ വയറ് നിറയ്ക്കാൻ വേണ്ടി ഓടുന്നു, ചിലർ വയറ് കുറയ്ക്കാൻ ഓടുന്നു. ഈ രണ്ട് കൂട്ടരാണ് ഈ ഭൂമിയിലുള്ളത്. ആരൊക്കെയാണ്? വയറ് കുറയ്ക്കാൻ ഓടുന്നവർ, വയറ് നിറയ്ക്കാനും ഓടുന്നവർ. അങ്ങനെ നമ്മളെല്ലാവരും എന്തെങ്കിലും വയറിലേക്ക് പോകണം, വയറ് നിറയ്ക്കണം. വയറുള്ളവർ വയറ് കുറയ്ക്കാൻ ഓടുന്നു, വയറ് ഇല്ലാത്തവർ വയറ് നിറയ്ക്കാൻ ഓടുന്നു. അങ്ങനെയുള്ള ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇന്ന് പ്രത്യേകം പ്രാർത്ഥിച്ച് ഒരനുഗ്രഹമുള്ള വചനം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരട്ടെ. ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുമ്പോൾ സങ്കീർത്തന പുസ്തകം, യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാമത്തെ വാക്യം ഒന്ന് വായിക്കുവാണ്. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാമത്തെ വാക്യം. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. അവസാനത്തെ വാക്കെന്നറിയോ? ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ആ വാക്യം മനസ്സിലായി ഇങ്ങനെയാണ്: ദൈവത്തെ സ്നേഹിക്കുന്നവർ ഒരിക്കലും നശിച്ചു പോകുകയില്ല. ദൈവത്തെ സ്നേഹിക്കുന്നവർ, ദൈവത്തിൻ്റെ വചനത്തെ സ്നേഹിക്കുന്നവർ പറഞ്ഞേ ഒരിക്കലും അതാ എഴുതിയിരിക്കുന്നത്. ദൈവത്തെ സ്നേഹിക്കുന്ന ഒരാളും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കും. ദൈവത്തെ സ്നേഹിക്കുന്നവർ, ഈ വചനത്തെ സ്നേഹിക്കുന്നവർ ഒരിക്കലും നശിച്ചു പോകത്തില്ല. എന്ന് വിശ്വസിച്ച് പറഞ്ഞേ ഹല്ലേലൂയ. ഒന്നും കൂടെ ആ വാക്യം എഴുതിയിരിക്കുക. ദൈവത്തിൽ വിശ്വസിക്കുന്നവർ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവത്തെ അത്രമാത്രം സ്നേഹിച്ചു. വിശ്വസിച്ച് പറഞ്ഞ് ദൈവത്തെ സ്നേഹിക്കുന്നവർ ഒരിക്കലും നശിച്ചു പോകത്തില്ല. ദൈവവചനത്തെ സ്നേഹിക്കുന്നവർ നശിച്ചു പോകുകയില്ല, നശിച്ചു പോകുകയില്ല. ഇനി ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു പ്രത്യേകത, ദൈവത്തെ സ്നേഹിക്കുന്നവർ ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കാക്കി. അപ്പൊ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് എന്ത് സംഭവിക്കും? എല്ലാം നന്മയ്ക്കാക്കി ദൈവം മാറ്റും. ദൈവത്തെ സ്നേഹിക്കുന്നവർ മാത്രം എന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അത് നന്മയായി, അത് അനുഗ്രഹമായിട്ട് മാറും. ഇന്നത്തെ പ്രയാസം, പ്രതിസന്ധി, തടസ്സങ്ങൾ അത് മാറി ഒരു അനുഗ്രഹമായി, ഒരു നന്മയായി മാറും. കാരണം ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്
അത് അനുഗ്രഹമായിട്ട് വരും. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഈ ഒരു വിശ്വാസത്തോടെ ദാവീദ് പറയുന്നൊരു കാര്യമുണ്ട്. ദാവീദ് പറയും, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു. 4 കാരണങ്ങളാ ദാവീദ് ദൈവത്തെ സ്നേഹിക്കാൻ പറഞ്ഞത്. സങ്കീർത്തനം 116 അധ്യായം 1 വാക്യം ഒന്ന് വായിക്കുവാണ്. ഇത് കേട്ടിട്ട് നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കണം, ഒരു നിമിഷം ആരാധിക്കണം. ദൈവത്തെ സ്നേഹിക്കുന്നവരുടെ പ്രത്യേകത കേട്ടോ. ദാവീദ് പറയുവാണ്, ദാവീദ് പറയും, ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നു. ആരാ പറഞ്ഞത്? ഒരു ഭരണാധികാരിയായ ദാവീദ് പറഞ്ഞു, ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നു. ചുമ്മാ ഒരു വാക്കല്ല, ചുമ്മാ ഒരു പറച്ചിലല്ല, ഹൃദയത്തിൽ നിന്ന് ദാവീദ് പറഞ്ഞു, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു. എന്താ ദൈവത്തെ സ്നേഹിക്കാൻ ദാവീദ് പറഞ്ഞൊരു കാരണമുണ്ട്. എൻ്റെ പ്രാർത്ഥനയുടെ സ്വരം അവിടുന്ന് ശ്രവിച്ചു. അതാണ് ദാവീദ് ദൈവത്തെ സ്നേഹിക്കാനുള്ള കാരണം. എൻ്റെ പ്രാർത്ഥനയുടെ സ്വരം എൻ്റെ ദൈവം കേട്ടു എന്ന് പറഞ്ഞേ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാൻ ഓരോ കാരണം, ദൈവത്തെ സ്നേഹിക്കാനുള്ള കാരണം. ദൈവത്തെ സ്നേഹിക്കാൻ ദാവീദ് പറയുന്നു, ഞാൻ എൻ്റെ ദൈവത്തെ സ്നേഹിക്കുന്നു, കാരണം എൻ്റെ പ്രാർത്ഥനയുടെ സ്വരം അവിടുന്ന് കേട്ടു. ഇനി അടുത്തത് പറയണം, 3 വാക്യം. മരണക്കെണി എന്നെ വലയം ചെയ്തു. മരണക്കെണി എന്നെ വലയം ചെയ്തു. പ്രശ്നങ്ങളും പ്രതിസന്ധികളും എന്നെ വലയം ചെയ്തു. പാതാള പാശങ്ങൾ എന്നെ ചുറ്റി വരിഞ്ഞു. ഞാൻ ദുരിതത്തിലായി. പക്ഷേ ബൈബിൾ പറയുന്നു, ഞാൻ നിലം പറ്റിയപ്പോൾ. വായിച്ചേ 6 വാക്യം വായിച്ചേ. അല്ല, 2 വാക്യം, 6ന്റെ 2 ഭാഗം. ഞാൻ നിലം പറ്റിയപ്പോൾ അവിടുന്ന് എന്നെ രക്ഷിച്ചു. ഞാൻ നിലം പറ്റിയപ്പോൾ, ഞാൻ തകർന്നപ്പോൾ, ഞാൻ എല്ലാ തരത്തിലും തകർച്ചയിലൂടെ കടന്നുപോയപ്പോൾ, ഞാൻ നിലം പറ്റിയപ്പോൾ ദൈവം എന്നെ രക്ഷിച്ചു. ഉറക്കെ പറഞ്ഞേ, നിലം പറ്റിയവരെ ദൈവം രക്ഷിക്കും. തകർന്ന് തരിപ്പണമായി നിലം പറ്റിയവരെ ദൈവം രക്ഷിക്കും. ദാവീദ് പറഞ്ഞു, മരണത്തിന്റെ കെണിയിൽപ്പെട്ട് തകർന്ന് നിലം പറ്റിയപ്പോൾ എൻ്റെ ദൈവം എന്നെ അവസ്ഥയിൽ നിന്ന് രക്ഷിച്ചത് കൊണ്ട്, ദൈവമേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. അടുത്ത വാക്യം എഴുതിയിട്ടുണ്ട്, 8 വാക്യം. ദാവീദ് ദൈവത്തെ സ്നേഹിക്കാനുള്ള കാരണം, അവിടുന്ന് എൻ്റെ ജീവനെ മരണത്തിൽ നിന്നും ദൃഷ്ടികളെ കണ്ണീരിൽ നിന്നും കാലുകളെ വീണുപോകാതെ ഇടർച്ചകൾ തന്നെ സംരക്ഷിച്ചതിനാൽ എൻ്റെ ദൈവമേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തെ സ്നേഹിക്കുന്നവർ നശിച്ചു പോകത്തില്ല. വിശ്വാസത്തോടെ ഇന്ന് പറയണം, കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അങ്ങയുടെ വചനത്തെ ഞാൻ സ്നേഹിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യത്തെ ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. ഹല്ലേലൂയ. ഒന്ന് പ്രാർത്ഥിക്കാനും പാടാനും തയ്യാറാവുകയാണ്. ഒന്നും കൂടെ കേട്ടെ. ഇവിടെ ഇരുന്ന് നിങ്ങൾ പറയണം, ദൈവമേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. സർവാധിപനായ ദൈവമേ, സർവശക്തനായ ദൈവമേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. ഇത് നമ്മൾ ചിന്തിക്കാത്തൊരു കാര്യമുണ്ട്. നമുക്ക് വേണ്ടി ദൈവം വേറെ ചിലരുടെ മനസ്സിൽ പ്രേരണകളെ കൊടുക്കും. മനസ്സിലായില്ല? ദൈവം എനിക്ക് വേണ്ടി വേറെ ഒരാളോട് സംസാരിക്കും. വിശ്വസിക്കുന്നു? അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഒരാൾക്ക് ഒരു ഉപകാരം ചെയ്യാത്ത ആളാണ് എന്ന് പറഞ്ഞാൽ എപ്പം അയാൾ പറയും, എൻ്റെ ഒന്നുമില്ല, എൻ്റെ ഒരു പൈസയില്ല, ഇഷ്ടം പോലെ പണമുണ്ട്. എല്ലാവരും നല്ല നിലയിൽ വേറെ രാജ്യത്ത്, ആ രാജ്യത്ത് കൊണ്ട് വീടും സ്ഥലമൊക്കെ ജോലിയൊക്കെ ഉണ്ട്, ഒന്നിലധികം വാഹനങ്ങൾ ആ രാജ്യത്ത് വേറൊരു രാജ്യത്തുണ്ട്. പക്ഷെ അവരുടെ കുടുംബക്കാർ പലരും ചോദിച്ചു, എൻ്റെ പിള്ളേരെ നിനക്കൊന്ന് കൊണ്ടുപോകാൻ പറ്റുമോ അവിടെ? ഒരിക്കലും പറ്റത്തില്ല, അവിടെ നിയമങ്ങളെല്ലാം പ്രശ്നമാണ്, കൊണ്ടുപോകാൻ വിസിറ്റിംഗ് വിസക്ക് പോലും വരാതിരിക്കുക നല്ലതെന്നാണ് പുള്ളി പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ഒരു ദിവസം ആ വ്യക്തി തന്നെ ഫോൺ വിളിച്ചിട്ട് അവരുടെ പ്രിയപ്പെട്ട ഒരാൾ, അവർക്ക് ഭയങ്കര അതിശയമാണ്, അവർ ചോദിച്ചു, ഇങ്ങനെ ഒരു ജോലിയുടെ കാര്യമുണ്ട്, സാധ്യതയുള്ള കാര്യമാണ്, നീ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രോസസ്സ് തുടങ്ങിക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഈ പറഞ്ഞ ആള് ഈ ആലയത്തിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചൊരു കാര്യമാണ്. എന്നറിയോ? കർത്താവ്, എൻ്റെ മകന് നല്ലൊരു രാജ്യത്ത് പോയി ഒരു ജോലിയൊക്കെ ചെയ്ത് ഞങ്ങളുടെ കുടുംബത്തെ രക്ഷിക്കാൻ ഒരു വഴി തുറക്കണമെന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ കുടുംബക്കാർ വേറെ ഒരു രാജ്യത്തിരുന്ന ഒരാൾക്ക് അവിടെ ഇരുന്ന് തോന്നുവാണ്, ഇന്ന ജോലിക്ക് ഇയാളെ വിളിക്കണമെന്ന്. എനിക്ക് വേണ്ടി ദൈവം വേറൊരാളുടെ മനസ്സിൽ തോന്നിപ്പിക്കും. എൻ്റെ കയ്യിൽ 10,000 രൂപ ഇങ്ങനെ അടുക്കി ഇരിപ്പുണ്ട് കീശയിൽ. പക്ഷേ
അവിടെ ഒരാളെ കണ്ടപ്പോൾ എനിക്ക് 10 രൂപ എടുത്തു കൊടുക്കാൻ തോന്നുന്നില്ല. എന്നാൽ വേറൊരാളെ കണ്ടപ്പോൾ അതിനകത്തു നിന്ന് എടുത്ത് വേഗം 500, 1000, 1500, 2000, 3000, 4000, 5000 എടുത്തേച്ച് മടക്കി ഇരിക്കട്ടെ എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ അവർ തന്നെ ഇങ്ങനെ പിടിച്ചിട്ട് ചോദിക്കും, അതെന്താ നിങ്ങൾ എനിക്ക് പൈസ തന്നത്? അല്ല, നിങ്ങളെ കണ്ടപ്പോൾ ഇതിനകത്ത് നിന്ന് എടുത്ത് ഇത്ര പൈസ തരാൻ എൻ്റെ മനസ്സിൽ ദൈവം എന്തോ തോന്നിപ്പിച്ചു, അതിൻ്റെ കയ്യിൽ ഇരുന്നോട്ടെ. അയാൾ അത് വെച്ച് കരയുകയാണ്. നിങ്ങൾ അത്ഭുതമെന്ന് ചിന്തിക്കും. ചിലപ്പോൾ ഒരാളിവിടെ വന്നു, ഒരു സഹോദരൻ ഇവിടെ വന്നു, പ്രാർത്ഥിച്ചു. കുറച്ച് നേരം കഴിഞ്ഞ് ഞങ്ങൾ പോകാൻ തുടങ്ങിയപ്പോൾ ഞാൻ മുറിയിൽ നിന്നെടുത്ത്, ഞാൻ എണ്ണിയൊന്നുമില്ല, ഒരു പൈസ എടുത്ത് ഞാൻ ആ വ്യക്തിക്ക് കൊടുത്തു. അയാൾ എൻ്റെ മുമ്പിൽ വെച്ച് തന്നെ എണ്ണി. അപ്പോൾ 4800 രൂപയോളം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനൊരു 300 രൂപ കണ്ടത് 5000 ഇരിക്കട്ടെ. അയാൾ അന്നേരെ അയാളുടെ മുണ്ട് അഴിച്ചിട്ടിരിക്കുക, അയാൾ വേഗം മുണ്ടിൻ്റെ ഒരു തലയെടുത്ത് അയാൾ മുഖം മൂടി. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് കരയുന്നത്? അപ്പോൾ പറയാണ്, അച്ചോ ഗ്യാസ് പോലും എടുക്കാൻ പൈസയില്ല, വാടകയ്ക്കല്ലേ, വിറകില്ല, ഗ്യാസ് മേടിക്കാൻ പൈസ എന്നാ ചെയ്യും എന്നോർത്തിരിക്കുമ്പോഴാണ് ഈ പൈസ എൻ്റെ വന്ന് ഒരുപാട് സന്തോഷമുണ്ടെന്ന് പറഞ്ഞ് മുണ്ടിൻ്റെ ഒരു അറ്റമെടുത്ത് മുഖം. ചിലർ സങ്കടങ്ങൾ കൊണ്ട് മുഖം പൊത്താറുണ്ട്, ചിലരുടെ വേദനകൾ ഉള്ളിൽ പൊള്ളാറുണ്ട്. എനിക്കറിയാം. അപ്പോൾ ഞാനിങ്ങനെ ചെയ്ത്, ഞാനെന്തിനാ പൈസ കൊടുത്തത്? ചില ആളുകളെ കാണുമ്പോൾ വേറൊരാൾക്ക് മനസ്സിൽ തോന്നും, ആ പൈസ അയാൾക്ക് കൊടുക്കുക, ആ ജോലി അയാളോട് വരുന്നുണ്ടോ എന്ന് ചോദിക്കുക, ആ വണ്ടിയിൽ അയാളെ കയറ്റ്. ദൈവം മറ്റൊരാൾ നമുക്ക് വേണ്ടി വേറൊരാളോട് സംസാരിക്കുക. ചില ബന്ധങ്ങൾ നിനക്ക് അനുഗ്രഹത്തിന് കാരണമാകും. അതുകൊണ്ട് പറ, എന്നെ അനുഗ്രഹിക്കുന്ന ദൈവത്തെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? ഒന്ന് എഴുന്നേറ്റു നിന്ന് ഒന്ന് പ്രാർത്ഥിക്കാൻ പോവുക. ദൈവത്തെ സ്നേഹിച്ചുകൊണ്ടൊന്ന് പ്രാർത്ഥിക്കാൻ പോവുക. നമ്മളിങ്ങനെ ചുമ്മാ പാടാൻ വേണ്ടി പാടുവല്ല, പറയാൻ വേണ്ടി പറയുവല്ല, പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുവല്ല, ചുമ്മാതെ എന്തൊക്കെയോ പാടുവല്ല, ചുമ്മാതെ എന്തൊക്കെയോ പ്രസംഗിക്കുകയല്ല. ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് ഒന്ന് മനസ്സുകൊണ്ട് പറഞ്ഞ്, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു, എന്നെ അനുഗ്രഹിച്ച ദൈവത്തെ ഞാൻ സ്നേഹിക്കുന്നു, എൻ്റെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവത്തെ ഞാൻ സ്നേഹിക്കുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. എല്ലാ കണ്ണുകളെയും അടച്ച് ഒന്ന് കേട്ടെ. യേശു പത്രോസ്ലീഹായോട് ചോദിച്ചു, നീ എന്നെ സ്നേഹിക്കുന്നുവോ? അപ്പോൾ പത്രോസ്ലീഹ പറഞ്ഞു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ പത്രോസ്ലീഹയാണ് യേശു വിളിച്ചത് ഒന്നാമൻ പത്രോസ്. അവൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞവനെ ദൈവം എത്തിച്ചത് 1ാം സ്ഥാനത്താണ്. ദൈവത്തെ സ്നേഹിക്കുന്നവരെ ദൈവം ഒന്നിലും പുറകിലാക്കത്തില്ല. എന്തേലും പാടുവോ, എന്തേലും പ്രാർത്ഥിക്കുകയോ അല്ല, എന്തൊക്കെയോ പ്രസംഗിക്കുകയല്ല. ഇതൊരു നിയോഗത്തോടെ പ്രസംഗിക്കുകയാണ്. എല്ലാ കണ്ണുകളെയും അടച്ച് ഈ അമ്മ പറഞ്ഞത് നിങ്ങളൊന്ന് കേട്ട്. എൻ്റെ മകൻ ഇങ്ങനെയാണ്, എൻ്റെ മകൻ്റെ വസ്ത്രം ഞാൻ അലക്കുമ്പോൾ, എൻ്റെ മകൻ്റെ വസ്ത്രം ഞാൻ തേക്കുമ്പോൾ, എൻ്റെ മകൻ്റെ വസ്ത്രം ഞാൻ ഹാങ്ങറിൽ ഇട്ട് കൊടുക്കുമ്പോൾ, എൻ്റെ മകൻ്റെ മുറി അടിച്ചു വാരുമ്പോൾ, എൻ്റെ മകൻ്റെ ബെഡ്ഷീറ്റ് ഞാൻ മടക്കി വയ്ക്കുമ്പോൾ, അവന് ഞാൻ ചോറ് വെച്ച് കൊടുക്കുമ്പോൾ, അവന് വേണ്ടി ഞാൻ വചനങ്ങളെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അച്ചോ ഡെയിലി ബ്ലെസ്സിങ്ങിൽ പറഞ്ഞ ഓരോ വചനങ്ങളും പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ മകൻ്റെ ജീവിതത്തിൽ മാറ്റമുണ്ടാകാൻ തുടങ്ങി. ദൈവം ഇടപെടാൻ തുടങ്ങി. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തെ നോക്കിയിട്ട് ദൈവത്തിൻ്റെ വചനത്തെ നിങ്ങൾ സ്നേഹിക്കുക. ദൈവത്തിൻ്റെ വചനത്തെ സ്നേഹിക്കുന്നവരൊന്ന് പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ വചനത്തെ സ്നേഹിക്കുന്നവരൊന്ന് പ്രാർത്ഥിക്കുക. അത്ഭുതങ്ങൾ ഇന്ന് നടക്കട്ടെ. ഇവിടെ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഇവിടെ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കേൾക്കുക. ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കേൾക്കുക. ഒരു ഭാര്യയും ഭർത്താവും ഇവിടെ പ്രാർത്ഥിക്കാൻ നമ്മൾ ഇരിക്കുന്ന ഇതേ ഹാളിൽ വന്നു. ആ ഭാര്യയുടെ 2 കാലിനും ഭയങ്കര നീരാണ്. അപ്പോൾ കാലിന് നീര് വന്നപ്പോൾ എടുത്ത ഫോട്ടോ ഇവിടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ ഫോണിൽ ഇങ്ങനെ, ഇതാണ് എൻ്റെ ഭാര്യയുടെ ഇങ്ങനെ നീര് വന്നിരിക്കുന്ന അവസ്ഥയാണ് എന്ന് പറഞ്ഞ് ഇങ്ങനെ കാണിച്ചു. പ്രാർത്ഥന ചോദിച്ചു. അങ്ങനെ അവർ വീണ്ടും പ്രാർത്ഥിക്കാൻ വന്ന ആ വ്യക്തിക്ക് നിൽക്കാൻ പറ്റത്തില്ല, അധിക നേരം ഇരിക്കാൻ പറ്റത്തില്ല, കാലിന് വണ്ണം കൂടും. താഴെ കൽക്കുരിശിലെ എണ്ണ എടുത്തുകൊണ്ട് വന്ന് ഒരു ദിവസം ഇവിടെ പ്രാർത്ഥിച്ചു. ഭാര്യയും ഭർത്താവും അടുത്തടുത്ത കസേരകളിലാണ് ഇരുന്നത്. ഭാര്യ എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഭർത്താവ് പറഞ്ഞു, നീ ഇരുന്നോടി, നീ ഇരിക്ക്, നിന്റെ കാലിന് നീര് വെക്കും, നീ ഇരിക്ക്, നിന്റെ കാല് നീര് വെച്ച് രാത്രി ഉറങ്ങാൻ പറ്റത്തില്ല, വേദനയായിരിക്കും, നീ ഇരുന്നോണ്ട് കൂട്. ഈ ഹാളിൽ ഇരിക്കാൻ പറഞ്ഞു. സാരമില്ല, പള്ളിയല്ലേ, ആരാധനയല്ലേ, ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞു. അവിടെ നിന്നുകൊണ്ട് തന്നെ പ്രാർത്ഥിച്ചു. ഇതുപോലെ വചനപ്രസംഗത്തിൻ്റെ സമയത്ത് ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ വ്യക്തി തന്നെ കാലിൽ ഒന്ന് പരിധി നോക്കി.
കാലിന് നീരില്ലാത്തതുപോലെ, 2 കാലിലെ നീര് വലിഞ്ഞതുപോലെ എന്തു മറിയുമായി എന്ത് സംഭവിച്ചു എന്നറിയത്തില്ല, എന്ത് സംഭവിച്ചു എന്നറിയില്ല. ഇത് ദൈവ സാന്നിധ്യത്തിന്റെ ഇടമാണ്. ഇവിടെ ദൈവത്തിന്റെ പ്രവൃത്തികൾ നടന്നുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇത് ദൈവത്തിന്റെ പ്രവൃത്തി നടക്കുന്ന ഒരു സ്ഥലമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുപോലെ ചിന്തിക്ക്. ഡോക്ടർമാർ പരിശോധിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് മക്കളുണ്ടാകത്തില്ല. നിങ്ങൾ ആ സത്യം അംഗീകരിച്ചേ പറ്റത്തുള്ളൂ. നിങ്ങൾ ആ കാര്യം അങ്ങ് വിട്. പിന്നെ അവർ ഒരുമിച്ച് വന്ന് പറഞ്ഞത്, ഫാദർ ഞങ്ങൾക്ക് 2 പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഞങ്ങൾക്ക് മക്കളൊന്നും ഉണ്ടാകത്തില്ല, എന്നാലും പ്രാർത്ഥിക്കുക. പക്ഷെ സന്ദേശം കിട്ടിയത്, ചിലപ്പോൾ ചിരിക്കാൻ തോന്നുന്ന നിങ്ങൾക്ക് ദൈവം കുഞ്ഞുങ്ങളെ തരും, മക്കളെ തരുമെന്നാണ് പറഞ്ഞത്. പക്ഷെ അവർ അന്നു മുതൽ പ്രാർത്ഥിച്ചു. തുണിക്കടയിൽ പോയി കുഞ്ഞുങ്ങൾക്ക് ഇടാൻ പറ്റുന്ന ഡ്രസ്സ് മേടിച്ചു വെച്ച് അവരുടെ ഒരു മുറിയിലെ ഒരു കട്ടിലിൽ വിരിച്ചു വെച്ച് ഒരു കളിപ്പാവയും അടുത്തു വെച്ച് അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവേ, ഞങ്ങൾ വിരിച്ച ഈ ഡ്രസ്സ്, ഈ വസ്ത്രം ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ധരിപ്പിക്കാൻ പറ്റണം. എൻ്റെ കുഞ്ഞിനെ ഈ പാവ കൊണ്ട് എൻ്റെ കുഞ്ഞ് കളിക്കണം. ഇതൊക്കെ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. ബുദ്ധിയുള്ള ആരും ഇങ്ങനെ ചെയ്യുമോ? ആരെങ്കിലും മണ്ടനെന്ന് പറയത്തില്ലേ? പക്ഷെ ആ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടി. ആ വ്യക്തികളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടാൻ ദൈവം ഇടയായി. ദൈവമേ, 2 കരങ്ങളും ഒന്ന് പ്രിയപ്പെട്ടവർ ഉയർത്തിപ്പിടിക്കുന്നത്, ദൈവത്തിൽ ഞാൻ ആശ്രയിക്കുന്നു, എൻ്റെ ദൈവത്തെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറയാനാണ്. ആ കരങ്ങളെ ഉയർത്തി, ശബ്ദമുയർത്തി എല്ലാവരും ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. വിശ്വാസത്തോടെ ഈ പാട്ട് പാടുന്നതിന് മുമ്പ് എല്ലാ പ്രിയപ്പെട്ടവരും കേട്ടെ. യേശു പത്രോസിനോട് ചോദിച്ചു, നീ എന്നെ സ്നേഹിക്കുന്നു? അപ്പോൾ പത്രോസ്ലീഹ പറഞ്ഞു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ആ പത്രോസ്ലീഹ 1ാം സ്ഥാനത്തെത്തിയത്. ഒന്നാമൻ എന്ന് വിളിച്ചു. 1ാമൻ, 2ാമൻ, 3ാമൻ, 5ാമൻ എന്ന് വിളിച്ചില്ല. 1ാമൻ. ദൈവത്തെ സ്നേഹിക്കുന്ന നിന്നെ ദൈവം 1ാമതെത്തിക്കും. ദൈവത്തിൻ്റെ കണ്ണുകൾ നിന്നെ കണ്ടിട്ടുണ്ട്. വഴിയരികിലിരുന്ന അന്ധനായ ബർത്തേമിയോസിനെ യേശു വിളിച്ച് നിർത്തിയത് പുറകിലല്ല, മുന്നിലാണ്. ദൈവം നിന്നെ വിളിച്ചിവിടെ കൊണ്ടുവന്നത് പുറകിലാക്കാനല്ല, നിന്നെ മുന്നിലാക്കാനാണ്. ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് പറ, ദൈവത്തിൽ ആശ്രയിക്കുന്ന ഞാൻ ശിരസ് ഉയർത്തി ജീവിക്കുമെന്ന്. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഞാൻ എവിടെയും തല കുനിഞ്ഞു ജീവിക്കുകയില്ല. ദൈവത്തെ സ്നേഹിക്കുന്ന എൻ്റെ ശിരസിനെ ദൈവം ഉയർത്തും. അതുകൊണ്ട് എല്ലാവരും പറഞ്ഞേ, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു, ദൈവത്തിന്റെ വചനത്തെ ഞാൻ സ്നേഹിക്കുന്നു. എന്നെ നോക്കിയിരിക്കുന്ന, ഒരു ഇമ പോലും വെട്ടാതെ എന്നെ നോക്കിയിരിക്കുന്ന ആ കണ്ണുകളെ ഞാൻ കാണുന്നു. ദൈവത്തിന്റെ കണ്ണുകൾ എന്നെ കാണുന്നു. എല്ലാവരും അർത്ഥം അറിഞ്ഞൊന്ന് ചേർന്ന് പാടാം. ഒരു തരി പോലും കുറയില്ല നിന്നോടുള്ള സ്നേഹം, ഒരു തരി പോലും കുറയില്ല നിന്നോടുള്ള സ്നേഹം. എന്നുയിരേക്കാൾ അരികിൽ എന്നും വേണം. എന്നുയിരേക്കാൾ അരികിൽ എന്നും വേണം. ഒരു ഇമ പോലും അഴയാതെ എന്നെ നോക്കിയിടുന്ന, ഒരു ഇമ പോലും അഴയാതെ എന്നെ നോക്കിയിടുന്ന യേശു അപ്പയാണ് എപ്പോഴും എൻ പ്രിയ തോഴനായി. യേശു അപ്പയാണ് എപ്പോഴും എൻ പ്രിയ തോഴൻ. അതുകൊണ്ട് എൻ്റെ ചങ്കാണേ, എൻ്റെ ഉയിരാണേ, എൻ്റെ ചങ്കാണേ, എൻ്റെ ഉയിരാണേ യേശു. പറഞ്ഞു, എൻ്റെ ചങ്കാണേ, എൻ്റെ ഉയിരാണേ, എൻ്റെ ചങ്കാണേ, എൻ്റെ ഉയിരാണേ യേശു. ഒരു തരി പോലും കുറയില്ല നിന്നോടുള്ള സ്നേഹം. എന്നുയിരേക്കാൾ അരികിൽ നീ എന്നും വേണം. ഒരു
തരി പോലും കുറയില്ല നിന്നോടുള്ള സ്നേഹം. എന്നുയിരേ അരികിൽ നീ എന്നും എന്നും വേണം. ഒരു നിമിഷം നിങ്ങൾ ഇരിക്കുന്നതിന് മുമ്പ് ഈ പാട്ട് അനുഗ്രഹമാണ്. ദൈവത്തെ ഇങ്ങനെ സ്നേഹിക്കണമെന്ന് പറയുന്നത്, ഈ ദൈവം എവിടെയും പിണങ്ങിയെന്ന് എഴുതിയിട്ടില്ല. ദൈവം നിന്നോട് പിണങ്ങത്തില്ല. എത്ര തെറ്റു ചെയ്തു എന്ന് പറഞ്ഞാലും, എത്ര എല്ലാം അകന്നായിരിക്കുന്നെന്ന് പറഞ്ഞാലും, ഈ ദൈവം നിന്നോട് പിണങ്ങിയിട്ടില്ല. ഈ ദൈവത്തിന് നിന്നോട് സ്നേഹമാണ്. ഈ ദൈവത്തിന് നിന്റെ കുടുംബത്തോട് സ്നേഹമാണ്. അയ്യോ, ഞാൻ എൻ്റെ വീട്ടുകാരൊന്നും പള്ളിയിലൊന്നും പോകുന്നില്ലല്ലോ. അല്ല, ദൈവത്തിന് നിന്നോട് സ്നേഹമാണ്. ഞാൻ കുമ്പസാരിച്ചിട്ട് കുറേ ആയി, ഞങ്ങൾ പള്ളിയിൽ നിന്നൊക്കെ ഒത്തിരി അകന്നാണ് നിൽക്കുന്നത്. ദൈവത്തിന് നിന്നോട് സ്നേഹമാണ്. ഒരു നിമിഷം എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് നിന്നോണ്ടായാലും ദൈവത്തെ ഇങ്ങനെ ഒരു തരി പോലും കുറയാതെ ദൈവത്തെ സ്നേഹിക്കണമെന്ന് പറഞ്ഞാൽ എന്നറിയാമോ? നമ്മളേറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന വ്യക്തിയും നമ്മുടെ കല്ലറ വരെ വരുള്ളൂ, നമ്മുടെ സിമിത്തേരി വരെ വരത്തുള്ളൂ. അത് കഴിഞ്ഞ് എത്ര പ്രിയപ്പെട്ടവരാണ് മരിച്ചതെന്ന് പറഞ്ഞാലും അന്ന് രാത്രിയിൽ പള്ളി സിമിത്തേരിയിൽ കിടക്കാറില്ല, തിരിച്ചു വീട്ടിലേക്ക് കയറിപ്പോകും. അന്നു മുതൽ സ്നേഹം പതുക്കെ പതുക്കെ കുറഞ്ഞുകൊണ്ടിരിക്കും. എത്ര പ്രിയപ്പെട്ടവരുടെയും ആ സ്നേഹം കുറഞ്ഞുകൊണ്ടുവരും. ഒരു ഭാര്യയും ഭർത്താവും ഭയങ്കര സ്നേഹമായിരുന്നു. പ്രതീക്ഷിക്കാത്ത സമയത്ത് ആ ഭർത്താവ് മരിച്ചുപോയി. ഭർത്താവിൻ്റെ ശവസംസ്കാര സമയത്ത് ഭാര്യ ഒരു ഭ്രാന്തിയെപ്പോലെ ആയിരുന്നു പെരുമാറിയത്. ഭയങ്കരമായിരുന്നു. പക്ഷേ ഒരു വർഷം കഴിഞ്ഞപ്പോൾ അവർ മറ്റൊരാളെ വിവാഹം ചെയ്തു കഴിഞ്ഞു. അത് കണ്ട പലരും ചോദിച്ചു, ഇത്ര പെട്ടെന്നോ? മനുഷ്യൻ പെട്ടെന്നും മറക്കും. അവർ ജീവിച്ചിരുന്നപ്പോൾ എന്തോ ഒരു സ്നേഹമായിരുന്നു. പലരും പറയുമായിരുന്നു ഇണപ്രാവുകളെ പോലെയൊക്കെ ആയിരുന്നല്ലോ എന്ന്. പക്ഷെ മരിച്ച് ഒരു വർഷം കഴിഞ്ഞപ്പോൾ അവർ മറ്റൊരാളെ വിവാഹം ചെയ്തു. നല്ല കാര്യം, അതിനെ വിമർശിക്കുകയല്ല. അതിൽ നിന്നൊരു കാര്യമാണ്, എത്ര സ്നേഹിച്ച വ്യക്തിയായാലും മരിച്ചടക്ക് കഴിയുമ്പം ഒരു തരി കുറയും. ഒരു വർഷം, 2 വർഷം, 3 വർഷം കഴിയുമ്പോൾ പതുക്കെ അത് മനസ്സിൻ്റെ സൈഡിലേക്ക് മാറും. പക്ഷെ ദൈവത്തോടുള്ള സ്നേഹം, ദൈവത്തിൻ്റെ സ്നേഹം കല്ലറ വരെയല്ല. നമ്മളെ മരിച്ച് അടക്കി സ്ലാവിട്ട് മൂടി പേരെഴുതി വച്ച് കഴിഞ്ഞ് ആളുകൾ വെട്ടിപ്പോകുമ്പോഴും കല്ലറയ്ക്കപ്പുറവും എൻ്റെ ആത്മാവ് നിത്യതയിലെത്തുന്നതുവരെ ദൈവം എൻ്റെ കൂടെ നിൽക്കും. പകുതി വഴിക്ക് മനുഷ്യനെ പോലെ ഉപേക്ഷിക്കത്തില്ല. അതുകൊണ്ട് ആ ദൈവത്തോട് പറയണം, മനുഷ്യരെക്കാൾ ദൈവമേ ഞാൻ നിന്നെയാണ് സ്നേഹിക്കുന്നത്. എല്ലാവരുടെ സ്നേഹവും പലർക്കും പിടികിട്ടി. ക്യാൻസർ ബാധിച്ച് തലമുടിയും പോയി, കളറും പോയി, കരി തേച്ച പോലെ മുഖമായി, കണ്ടാൽ പോലും തിരിച്ചറിയാൻ പറ്റാതെ കീമോ ചെയ്തപ്പോൾ. അപ്പോൾ ആ ചേട്ടൻ പറയുമോ, ആ ചേട്ടൻ തിരുവനന്തപുരം RCC രോഗക്കിടക്കയിൽ ഇരിക്കുമ്പോൾ അദ്ദേഹം പറയുവാണ്, അച്ചോ എനിക്ക് വേദന കൊണ്ട് ഒന്നും കഴിക്കാനും പറ്റില്ല, ഉറങ്ങാനും പറ്റാതിരിക്കുമ്പോഴും ഞാൻ സ്നേഹിച്ച മക്കൾ പോലും എൻ്റെ മൊബൈലിൽ എൻ്റെ കട്ടിലിൻ്റെ താഴെ ഇരുന്ന് ഗെയിം കളിച്ച് ചിരിക്കുമായിരുന്നു എന്നോ. ഞാൻ എൻ്റെ ജീവൻ ഞാൻ തിന്നില്ലേലും എൻ്റെ മക്കൾ തിന്നട്ടെ എന്ന് ചിന്തിച്ച് എൻ്റെ മക്കൾ പോലും എൻ്റെ കീമോ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മക്കൾ ഗെയിം കളിക്കാൻ അവർ ഭയങ്കര തിരക്കായിരുന്നു. അവർ അത് കണ്ട് ചിരിക്കുന്നു. അവരിതൊന്നും അറിഞ്ഞിട്ട് പോലുമില്ല. എന്നാൽ ആ രോഗക്കിടക്കയിൽ എൻ്റെ കൂടെ ഇരുന്ന ഒരു യേശുവിനെ ഞാൻ അന്ന് അനുഭവിച്ചു. കണ്ണുകളെ ഒന്ന് അടച്ചേ. എന്നിട്ട് ഈ ദൈവത്തോട് നിങ്ങളൊന്ന് പറഞ്ഞേ, പാട്ടുകാരൻ പാടിയത് പോരാ, ചുമ്മാ പാടിയ ഒരു തരി പോലും കുറയില്ല ദൈവമേ നിന്നോടുള്ള എൻ്റെ സ്നേഹമെന്ന് പറയണം. എൻ്റെ ഉയിരേക്കാൾ, എൻ്റെ ജീവനേക്കാൾ എൻ്റെ അരികിൽ വേണമെന്ന് പറയണം. എൻ്റെ ദൈവം എന്നെ പാതി വഴിക്ക് ഉപേക്ഷിക്കില്ല. ബാക്കിയുള്ളവരൊക്കെ പകുതി വഴിക്ക് ഉപേക്ഷിച്ച് അവരുടെ കാര്യം നോക്കി പോകും. എന്നെ വഴിയിൽ തള്ളിയിടും, എന്നെ ഉപേക്ഷിക്കും. പക്ഷേ എൻ്റെ ദൈവം എന്നെ ഉപേക്ഷിക്കില്ല. പറഞ്ഞു, എൻ്റെ ദൈവം ഉപേക്ഷിക്കില്ല. എൻ്റെ ദൈവം എന്നെ പാതി വഴിക്ക് ഉപേക്ഷിക്കില്ല. അതുകൊണ്ട് ആ ദൈവത്തോട് പറയുന്നു, കർത്താവേ ഞാൻ മരിച്ചെന്നെ അടക്കം ചെയ്യുന്ന കല്ലറ വരെയല്ല എൻ്റെ ദൈവം കൂടെയുള്ളത്. എൻ്റെ ആത്മാവ് നിത്യതയിലെത്തുന്നത് വരെ ആ ദൈവത്തോട് നിങ്ങൾ പറ, ഒരു തരി പോലും കുറയില്ല നിന്നോടുള്ള സ്നേഹം. ഒരു തരി പോലും
ഇരിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ഇന്ന് കേട്ട ഈ വചനമൊക്കെ ചിലപ്പോൾ 1-2 കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങളെ സ്വാധീനിച്ചത്. അത് മതി ഏത് നിലം പറ്റിയ അവസ്ഥയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു വരാൻ. വിശ്വസിക്കുന്നോ? ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ കാണാൻ നിങ്ങൾക്ക് ഭാഗ്യമുള്ള കണ്ണുകൾ ഉണ്ടാകട്ടെ. ഇനി പറയുന്ന ഒരു വാക്യം കൂടെ ഇതിനോട് ചേർത്ത് വെച്ച് പറയുക. കണക്ഷനായി ചേർത്ത് വെച്ചല്ല, ഒരു കാര്യം കൂടെ നിങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ്. ചിലർ പറയും, എൻ്റെ പ്രശ്നങ്ങളൊക്കെ വലുതാണ്, എൻ്റെ പ്രതിസന്ധികൾ വലുതാണ്, എൻ്റെ വെല്ലുവിളികൾ വലുതാണ്, എൻ്റെ പ്രയാസങ്ങൾ വലുതാണ്, എനിക്കതിനേക്കാൾ ഉയരങ്ങളിലെത്താൻ പറ്റുമെന്നറിയത്തില്ല. ശ്രദ്ധിച്ചേ, പ്രശ്നങ്ങളുണ്ടെങ്കിലും പ്രശ്നങ്ങൾ അവിടെ നിൽക്കട്ടെ, അതിൻ്റെ മുകളിൽ നിന്നെ എത്തിച്ച് ദൈവം ഉയർത്തുമെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ അതിനെ അങ്ങനെ നടക്കൂല എന്ന് പറയല്. ദൈവവചനത്തിനകത്തുണ്ട്, പ്രശ്നങ്ങളുണ്ടെങ്കിലും ആ പ്രശ്നങ്ങൾ അവിടെ നിൽക്കട്ടെ, ആ പ്രശ്നങ്ങളുടെ മുകളിൽ എൻ്റെ ദൈവം എന്നെ ഉയർത്തും. വിശ്വസിക്കുന്നു. നമ്മൾ ദൈവത്തോട് പറയുന്നത് ഇങ്ങനെയാണ്, ദൈവമേ എനിക്ക് വലിയ പ്രയാസമാണ്, പ്രതിസന്ധിയാണ്. ഇങ്ങനെയും കൂടെ പറഞ്ഞേ, എൻ്റെ മുമ്പിലുള്ള പ്രയാസങ്ങളോട് പറ, എൻ്റെ ദൈവം വലിയവനാണെന്നുകൂടെ. എൻ്റെ ദൈവത്തോട് വലിയ പ്രയാസമുണ്ട്, വലിയ പ്രതിസന്ധി, ആ വീട്ടിൽ സമാധാനമില്ല എന്നൊക്കെ ദൈവത്തോട് പറയുന്നില്ലേ? ആ കൂട്ടത്തിൽ ഇങ്ങനെ എൻ്റെ പ്രയാസങ്ങളോട്, പ്രതിസന്ധികളോട്, രോഗങ്ങളോട്, കടബാധ്യതയോട് പറയണം. വിശ്വാസം, എൻ്റെ ദൈവം സർവശക്തനാണെന്ന്, എൻ്റെ ദൈവം എത്ര വലിയവനാണെന്ന് പ്രയാസങ്ങളോട് പറ. അതൊരു അത്ഭുതത്തിന് കാരണമാവും. ഞാനൊരു വാക്യം വായിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായം 22-ാമത്തെ വാക്യം ഒന്ന് വായിക്കുവാണ്. ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായം 22-ാമത്തെ വാക്യം. നീരുറവയ്ക്കരികെ നിൽക്കുന്ന ഫലസമൃദ്ധമായ വൃക്ഷമാണ് ജോസഫ്. ഒരാളെ കുറിച്ച് എഴുതിയിരിക്കുവാണ്, വെള്ളത്തിൻ്റെ അരികിൽ നിൽക്കുന്ന ഒരു വൃക്ഷമാണ് ജോസഫ്. ആ വാക്യം പ്രസംഗിക്കാനല്ല ഇപ്പോൾ പറയും. അടുത്ത വാക്യം എഴുതിയിട്ടുണ്ട്, അതിൻ്റെ ശാഖകൾ. അത് ശ്രദ്ധിച്ചു കേട്ടോ, ആ മരത്തിൻ്റെ ശാഖകൾ മതിലിനു മീതെ പടർന്നു നിൽക്കുന്നു. ആ വാക്യം ശ്രദ്ധിച്ചോ? മതിൽ അവിടെ ഉണ്ട്, പക്ഷെ ആ മതിലിൻ്റെ മുകളിൽ വളർത്തി, ഉയർത്തി, പടർത്തി. ഒന്നും കൂടെ ആ വാക്യം വായിച്ചേ. നീരുറവയ്ക്കരികെ നിൽക്കുന്ന ഫലസമൃദ്ധമായ വൃക്ഷമാണ്, ഒരു വൃക്ഷമാണ് ജോസഫ്. എന്നിട്ട് ദൈവം എവിടെ? അതിൻ്റെ ശാഖകൾ മതിലിനു മീതെ. അതെങ്ങനെ സംഭവിക്കും? നമ്മൾ പറയില്ലേ, ആ മതിൽ അവിടെ നിൽക്കുമ്പോൾ അതിൻ്റെ വളർച്ച ശരിയാവില്ല, ആ പ്രശ്നം ഉള്ളതുകൊണ്ട് എനിക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല, ഈ പ്രതിസന്ധി ഉള്ളതുകൊണ്ട് എനിക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല, എൻ്റെ വീട് അങ്ങനെ ആയതുകൊണ്ട് രക്ഷപ്പെടാൻ പറ്റത്തില്ല, എൻ്റെ അപ്പൻ അങ്ങനെ ആയതുകൊണ്ട്, എൻ്റെ അമ്മ അങ്ങനെ ആയതുകൊണ്ട്, എൻ്റെ കുടുംബം ഇങ്ങനെ ആയതുകൊണ്ട് എനിക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ലെന്ന് നിങ്ങൾ ചിന്തിക്കുന്നോ? ബൈബിൾ എഴുതിയിരിക്കുന്നു, അതിൻ്റെ ശാഖകൾ മതിലിനു മീതെ. മതില് പൊളിച്ചു കളഞ്ഞപ്പോഴാണോ വളർന്നത്, അതോ മതിലവിടെ നിൽക്കുമ്പോൾ തന്നെ വളർന്നോ? മതിലിനെ പൊളിച്ചു എന്ന് എഴുതിയിട്ടില്ല. മതിലുണ്ട്, പ്രശ്നമുണ്ട്, തടസ്സമുണ്ട്, പക്ഷെ അതിൻ്റെ മുകളിൽ ദൈവം ആ മരത്തെ, ആ ജീവനെ എത്തിച്ചു. ഹല്ലേലൂയ. നിങ്ങളുടെ പ്രശ്നങ്ങളുടെ മുകളിൽ നിങ്ങൾ എത്തി, നിങ്ങൾ വളരണം. പ്രശ്നങ്ങളുടെ മുകളിൽ, പ്രശ്നങ്ങൾ ആ മതിലവിടെ നിൽക്കട്ടെ, അതിനെ കമ്പിയും കൂടവും ഒന്നും ഇട്ട് പൊളിക്കാനൊന്നും പറ്റിയില്ലെങ്കിലും അതിൻ്റെ മുകളിൽ നിങ്ങളെ വളർത്തുന്നൊരു ദൈവമുണ്ട്. ആ പ്രശ്നങ്ങളുടെ മുകളിൽ നിങ്ങളെ രക്ഷിക്കുന്ന, ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ശ്രദ്ധയോടെ ഇരിക്കുമല്ലേ? ഇതിനോട് ചേർന്നൊരു കാര്യം പറയട്ടെ. ശത്രു അടുക്കുമ്പോഴും മിത്രം അകലുമ്പോഴും ശരിക്കും പേടിച്ചോണം. മനസ്സിലായോ? ശത്രു അടുക്കുമ്പോഴും മിത്രം അകലുമ്പോഴും ഭയപ്പെടണം. പലർക്കും അത് മനസ്സിലാകില്ല. ശത്രുവിനെ മിത്രമായും മിത്രത്തെ ശത്രുവായും കാണരുത്. ശത്രുവിനെ മിത്രമായും മിത്രത്തെ ശത്രുവായും കാണരുത്. ശത്രു അടുത്തടുത്ത് വരുമ്പോൾ പേടിച്ചോണം. എൻ്റെ
ഉത്തമ മിത്രമായ വ്യക്തി അകന്നകന്നു പോകുമ്പോഴും പേടിച്ചോണം. അത് രണ്ടും നല്ലതിനല്ല. അത് രണ്ടും എൻ്റെ ഉയർച്ചയെ ബാധിക്കും. എനിക്ക് വളരാൻ പറ്റത്തില്ല. ഒരു സഹോദരിയോട് പറഞ്ഞതാണ് ആ വിവാഹം വേണ്ടെന്ന്. അപ്പോൾ ആ വ്യക്തി കേട്ടില്ല, ഒട്ടും കേട്ടില്ല. പിന്നെ അറിയുന്നത് ആഘോഷമായി വിവാഹം നടന്നു എന്നാണ്. പക്ഷെ ഒരു ദിവസം അവർ ഡീസലോ പെട്രോളോ ഒഴിച്ചു തലയിലൊഴിച്ച് തീ കത്തിച്ചു. കണ്ട ആൾക്കാർ ഓടിക്കൂടി ബഹളം വെച്ച് എങ്ങനെയൊക്കെയോ തീ കെടുത്തി. പക്ഷെ മൊത്തം പൊള്ളിപ്പോയി. പൊള്ളിപ്പോയി എന്ന് പറഞ്ഞാൽ എല്ലാ വിരലും ഒട്ടിപ്പോയി, എല്ലാം ഇങ്ങനെയായിപ്പോയി. നാക്കുവരെ പൊള്ളി ഒട്ടിപ്പോയി. സംസാരിക്കത്തില്ല. ഇപ്പോൾ കണ്ടാൽ ഒരു 90 വയസ്സുള്ള ഒരു അമ്മാമ്മയെ പോലെയുണ്ട്. ഏകദേശം 23 24 വയസ്സേ ഉള്ളൂ. അപ്പോൾ ചോദിച്ചു അവരുടെ പ്രിയപ്പെട്ടവർ, എന്താ ഇങ്ങനെ ചെയ്തത്? മരിക്കാൻ വേണ്ടി എന്തിനാ ഇങ്ങനെ ചെയ്തത്? അപ്പോൾ പറഞ്ഞു, ഒറ്റ കാര്യമാ, ശത്രുവിനെ മിത്രമായി കണ്ടതാ പ്രശ്നം പറ്റിയേ. ശത്രുവിനെ മിത്രമായി കണ്ട് ഇഷ്ടപ്പെട്ടതാ പ്രശ്നം പറ്റിയേ. ശത്രുവിനെ മിത്രമായി കാണരുത്, മിത്രത്തെ ശത്രുവായും കാണരുത്. ശത്രു അടുക്കുമ്പോഴും മിത്രം അകലുമ്പോഴും പേടിക്കണം. അതെൻ്റെ ഉയർച്ചയെ ബാധിക്കും. പല ആളുകളുടെയും ബിസിനസ് എങ്ങനെയാ തകർന്നേ? പല ആളുകളുടെയും സാമ്പത്തികം എങ്ങനെയാ തകർന്നേ? ശത്രുവിനെ വിശ്വസിച്ചു. അന്ന് മിത്രമായി നിന്നവർ അവർ പറഞ്ഞു നമ്മളെ സ്വീകരിച്ചില്ല. ശത്രുവിനെ മിത്രമായി കാണരുത്, മിത്രത്തെ ശത്രുവായും കാണല്ല്. അനേകരുടെ സാമ്പത്തികം തകർന്നു പോയത്, അനേകർ ചതിക്കപ്പെട്ടത്, അനേകർ തകർന്നത്, അനേകർ ഇവിടുന്ന് സ്ഥലം വിറ്റ് വേറെ നാട്ടിൽ പോയത് ശത്രുവിനെ വിശ്വസിച്ചതാണ്. പലരുടെയും ജീവിതം പാളിപ്പോയത്. ചിലർ വിവാഹം വേണ്ടെന്ന് വെച്ചത്, ചിലർ വിവാഹത്തിന് തയ്യാറാകാത്തത്, ചിലർക്ക് വിവാഹ ജീവിതം ഇഷ്ടമില്ലാതായത്. എല്ലാം നോക്കുമ്പം ചിലർ ശത്രുവിനെ മിത്രമായും മിത്രത്തെ ശത്രുവായും കണ്ടതാ പ്രശ്നമായത്. നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇത് തിരിച്ചറിയാൻ ഒരു പ്രത്യേക കഴിവ് ദൈവം നമുക്ക് തരണം. ഏത് മനസ്സിലാകാൻ? ശത്രു അടുത്തു വരുവാണോ എന്ന് പലർക്കും പിടികിട്ടത്തില്ല. തിന്ന് കാലിൻ്റെ സൈഡ് തൊട്ട് തിന്ന് അരയ്ക്ക് മുകളിൽ തിന്ന് ഇവിടം വരെ എത്തുമ്പോഴാണ് പിടികിട്ടുന്നത്. അയ്യോ, കൂടെ ഇരുന്ന് ഈ പണിയായിരുന്നല്ലേ, എന്നെ തിന്നുമായിരുന്നല്ലേ എന്ന് ചിന്തിക്കുന്നത് തിന്ന് ആളുടെ ഇവിടം വരെ എത്തി. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, സമയം കഴിഞ്ഞു പോയി. ശത്രു അടുത്തു വരുന്നതും മിത്രം അകലുന്നതും പേടിക്കണം. ഇതെങ്ങനെ പിടികിട്ടും? ദൈവത്തിൽ നിൽക്കുമ്പോൾ നിനക്കത് മനസ്സിലാകും. ശത്രു അടുക്കുവാണോ മിത്രം അകലുവാണോ എന്ന്. ഇത് ക്ലാസ് എടുത്തു തരാൻ സ്കൂളിൽ പഠിപ്പിക്കുന്ന പാഠ്യേതര വിഷയങ്ങളൊന്നുമല്ല. പക്ഷേ ദൈവത്തിലും ദൈവത്തിൻ്റെ വചനത്തിലും ആത്മാവിലും നിൽക്കുന്ന ഒരാൾ ചിലരോട് പറയും, ആ ബന്ധം നീ കളയണം, ആ ബന്ധം നിനക്ക് വേണ്ട. എന്താ കുഴപ്പമെന്ന് അവർ ചിന്തിക്കും. ഇന്നത്തെ കാലത്ത് അങ്ങനെയൊക്കെ നോക്കാൻ പാടുണ്ടോ? അല്ല, നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആത്മ കണ്ണുകൾ തുറന്ന് കണ്ടത് ശത്രു അടുത്തു വരുന്നതാണ്. ശത്രു നിന്റെ ജീവിതത്തോട് അടുത്തടുത്ത് വരുന്നതാണ്. നിന്റെ ചില പ്രിയപ്പെട്ട മിത്രങ്ങൾ അകന്നകന്നു പോകുന്നു. അത് നിനക്ക് നല്ലതിനല്ല. ശത്രു അടുക്കുന്നതും മിത്രം അകലുന്നതും നല്ലതിനല്ല. അതെൻ്റെ ഉയർച്ചയെ എനിക്ക് മതിലിന് മീതെ ഉയരാൻ പറ്റാതെ പോകും. ഒരു കരം ഉയർത്തി ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ശബ്ദം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വചനം ഒന്ന് വായിച്ചേ. 1 പത്രോസ് 5:6 ഒന്ന് വായിച്ചേ. നല്ലൊരു വചനമാ. ദൈവം വളർത്തണമെങ്കിൽ, ഉയർത്തണമെങ്കിൽ എന്തു ചെയ്യണമെന്ന് എഴുതിയിട്ടുണ്ട്. 1 പത്രോസ് 5:6. ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ. അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. ആ ബൈബിളിൽ ഒരു വാക്കുണ്ട്, ഉയർത്തും. ഉണ്ടോ? നോക്കിക്കോണ്ടോ? തക്ക സമയത്ത് നിന്നെ ഉയർത്തുന്നൊരു ദൈവമുണ്ട് എന്ന് വിശ്വസിച്ചേറ്റെടുത്ത്. ഇന്ന് എനിക്ക് വീടില്ല, ഇന്ന് എനിക്ക് സാമ്പത്തികമില്ല, ഇന്ന് എനിക്ക് തകർന്നു കിടക്കുക, ഇന്ന് എനിക്ക് രക്ഷപ്പെടാൻ പറ്റുന്നില്ല. ഈ വാക്യം വിശ്വസിച്ച് ഈ പുണ്യഭൂമിയിൽ വെച്ച് തക്ക സമയത്ത് എൻ്റെ ദൈവം എന്നെ ഉയർത്തും. ഏത് മതില്,
ഇന്ന് എൻ്റെ മുമ്പിലുണ്ടേലും അതിൻ്റെ മുകളിൽ ദൈവം എന്നെ എത്തിക്കുമെന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? വിശ്വസിക്കുന്നവർ ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രശ്നങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല, ആ പ്രശ്നങ്ങളുടെ മുകളിൽ ദൈവം നിന്നെ എത്തിച്ച് ഉയർത്തും. പലരും രക്ഷപ്പെട്ടത് ആ പ്രശ്നങ്ങളുടെ മുകളിൽ കയറിയിട്ടാണ്. സ്വന്തം കഴിവുകൊണ്ടും ബുദ്ധി കൊണ്ടും ശക്തി കൊണ്ടും പ്രശ്നങ്ങളുടെ മുകളിൽ കയറാൻ പറ്റണമെന്നില്ല. പക്ഷേ ദൈവത്തിൻ്റെ സഹായം കിട്ടുമ്പോൾ പ്രശ്നങ്ങളുടെ മുകളിൽ നീ ഉയരാൻ തുടങ്ങും. ഒരു വാക്യം കൂടെ വായിച്ചേ. 2 സാമുവേലിൻ്റെ പുസ്തകം 22-ാം അധ്യായം 49-ാമത്തെ വാക്യം ഉയർത്തുന്നൊരു ദൈവത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. 2 സാമുവേലിൻ്റെ പുസ്തകം 22-ാം അധ്യായം 49-ാമത്തെ വാക്യം. ശത്രുക്കളിൽ നിന്ന് അവിടുന്ന് എന്നെ രക്ഷിച്ചു, വൈരികൾക്കുമേൽ. അവിടെ നിർത്ത്, എഴുതിയിരിക്കുകയാണ് വൈരികൾക്കുമേൽ എന്നെ ഉയർത്തി. ആ പ്രശ്നങ്ങളുടെ മേൽ, ആ പ്രതിസന്ധിയുടെ മേൽ എഴുതിയിരിക്കുന്ന വാക്ക് ഇങ്ങനെയാണ്, വൈരികൾക്കുമേൽ എന്നെ ഉയർത്തി. ഇന്ന് തകർന്ന് നിലം പറ്റി കിടക്കുവാണോ? അവിടെ നിന്ന് നിന്നെ ഉയർത്താൻ, ആ പ്രതിസന്ധികളുടെ മേൽ നിന്നെ ഉയർത്താൻ ദൈവത്തിന് പറ്റും. എന്തു ചെയ്യണം എന്ന് ബൈബിൾ പറയുന്നു. ദൈവത്തിന്റെ കരത്തിന്റെ താഴെ താഴ്മയോടെ നിൽക്ക്. ദൈവം നിന്നെ ഉയർത്തിക്കോളും, ദൈവം നിന്നെ രക്ഷിച്ചോളും, ദൈവം നിന്നെ കൈ പിടിച്ച് മുമ്പിൽ നിന്ന് നടത്തും എന്ന് വിശ്വസിക്കുക. ഒരു നിമിഷം എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്. ഇവിടെ ഇരിക്കുന്ന പലർക്കും ഒന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുള്ളവരാ, ഉയരണമെന്ന് ആഗ്രഹിക്കുന്നവരാ. ആ ഉയർച്ച വരുന്നത് എവിടെ നിന്നാണെന്ന് എഴുതിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ കരത്തിൻ്റെ താഴെ നിന്നാണ്. എവിടെ പഞ്ചായത്തിൻ്റെയോ അല്ലെങ്കിൽ റോഡറമ്പിൽ വെച്ചോന്നുമല്ല, ദൈവത്തിൻ്റെ കരത്തിൻ്റെ താഴെയാണോ ഇന്ന് നീ നിൽക്കുന്നേ? നീ ഉയർന്നിരിക്കും. അനുഗ്രഹയിലെ ഈ പുണ്യഭൂമിയിൽ, ഈ ഹാളിനകത്തോ വരാന്തയിൽ, താഴെ ചാപ്പലിൽ, മുറ്റത്ത്, സൈഡുകളിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നീ നിൽക്കുന്നത് എന്തോ ദൈവത്തിന്റെ കരങ്ങൾക്ക് താഴെയാണ്. നീ നിൽക്കുന്നത് ദൈവത്തിന്റെ കരങ്ങൾക്ക് താഴെയാണ്. നിന്റെ കുടുംബം ഇന്ന് നിൽക്കുന്നത് ദൈവത്തിന്റെ കരങ്ങൾക്ക് താഴെയാണ്. തക്ക സമയത്ത് ദൈവം നിന്നെ ഉയർത്താൻ തുടങ്ങും. അടുത്ത അത്ഭുതം നിന്നിൽ ദൈവം ചെയ്യാൻ തുടങ്ങും. അടുത്ത വിടുതൽ ദൈവം നിന്റെ ജീവിതത്തിൽ കൊണ്ടുവരാൻ തുടങ്ങും. ഹല്ലേലൂയ. ഒരു വാക്യം കൂടി ഒന്ന് വായിക്കുവാണ്. ഒറ്റ വാക്യം കൂടെ വായിച്ചിട്ടൊന്ന് പ്രാർത്ഥിക്കാം. സങ്കീർത്തനം 18-ാം അധ്യായം 48-49 വാക്യം. സങ്കീർത്തനം 18-ാം അധ്യായം 48-49. ശത്രുക്കളിൽ നിന്ന് അവിടുന്ന് എന്നെ രക്ഷിച്ചു. അടുത്തത് അതേ വാക്യം എഴുതിയിരിക്കുകയാണ്, വൈരികൾക്കുമേൽ എന്നെ ഉയർത്തി. ആ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ അവിടെ നിൽക്കുമ്പോൾ അതിൻ്റെ മേലെ ദൈവം എന്നെ ഉയർത്തി. ഇന്നത്തെ ശുശ്രൂഷ പ്രാർത്ഥന നിന്റെ ഉയർച്ചയ്ക്ക് ദൈവം കാരണമാകട്ടെ. നിന്റെ പാസ്പോർട്ടിൽ ഒരു വിസ വരാൻ കാരണമാകട്ടെ. നിന്റെ വീട് പണി പൂർത്തിയാകാൻ കാരണമാകട്ടെ. നിന്റെ ജീവിത പങ്കാളിയുടെ മാനസാന്തരത്തിന് അത് കാരണമാകട്ടെ. നിന്റെ സാമ്പത്തിക പ്രശ്നങ്ങൾ മാറാൻ അത് കാരണമാകട്ടെ. ഇന്ന് വന്ന ഒരു 4 പേരോടധികം ഒരേ മെസ്സേജ് ഞാൻ പറഞ്ഞു. ഇന്ന് വന്ന 4 പേരോട് ഞാൻ പറഞ്ഞു, ചിലപ്പോൾ എന്നെ കേൾക്കുന്നുണ്ടാവും. അവര് എല്ലാവരെയും അന്ധമായി വിശ്വസിക്കരുതെന്ന് 4 പേരും അന്നേരെ പറഞ്ഞു ശരിയാണെന്ന്. എല്ലാവരെയും അന്ധമായി വിശ്വസിക്കരുത്. അവിടെയാ പലരും തോറ്റു തുടങ്ങുന്നത്. എല്ലാവരെയും അന്ധമായി വിശ്വസിക്കരുത്. അവർ നിന്നെ തോൽപ്പിച്ചു കളയും. അവർ നിന്നെ പതുക്കെ പതുക്കെ നിന്റെ ഭാവിയെ ഇല്ലാതാക്കും. എന്നാൽ ദൈവത്തിൻ്റെ കരങ്ങളുടെ കീഴിൽ നിൽക്ക്. നിന്നെ ദൈവം തക്ക സമയത്ത് ഉയർത്തും. തക്ക സമയത്ത് ഉയർത്തും. നിങ്ങളെ ദൈവം ഉയർത്തിയെന്ന് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാകത്തക്ക വിധം നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളെ ദൈവം അനുഗ്രഹിച്ചുവെന്ന് ഞാനിവിടെ ഇങ്ങനെ പ്രസംഗിക്കുമ്പോഴല്ല, നിങ്ങൾക്ക് തന്നെ വ്യക്തമായി മനസ്സിലാകത്തക്ക വിധം നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രശ്നങ്ങളുടെ മേൽ ദൈവം നിന്നെ ഉയർത്തും. എല്ലാ സാക്ഷ്യങ്ങളും വചനങ്ങളും എല്ലാം കേട്ട് എങ്ങനെയാണ് ദൈവം എന്നെ രക്ഷിക്കുമെന്നൊക്കെ പിടികിട്ടുന്നതെന്നറിയാവോ? അത് എനിക്കും അറിയത്തില്ല. ഇവിടെ വന്ന ആളുകൾ പറയുന്നു, അച്ഛൻ പ്രാർത്ഥിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞോ? എനിക്ക് ഓർമ്മയില്ല അങ്ങനെ പറഞ്ഞത്. എന്താണ് ഞാൻ അങ്ങനെയൊക്കെ പറയുമോ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി, അവർക്ക് വേണ്ടി ദൈവം എന്നോട് സംസാരിക്കുന്നതാണ് ഞാൻ പറയുന്നത്. ദൈവം പറയുന്നത് അനുഗ്രഹവാദ സാക്ഷ്യമായി അത് മുളച്ചു വരും, അനുഗ്രഹമായിട്ട് മാറി വരും. അത് ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾക്ക് കാരണമാകും. ചില മനുഷ്യരെ, ചില ശുശ്രൂഷകളെ, ചില കൈവെപ്പ് പ്രാർത്ഥനയെ നിന്റെ ഉയർച്ചയ്ക്ക് ദൈവം കാരണമാക്കും. ചിലരൊക്കെ ഇവിടെ വന്ന് പ്രാർത്ഥിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ആരെയും വലിച്ചിഴച്ച് നിർബന്ധിച്ച് കൊണ്ടുവരരുത്. അവരുടെ മനസ്സിൽ ദൈവം തോന്നിപ്പിക്കട്ടെ.
ഒന്ന് കണ്ണുകളെ അടച്ച്. ഇന്ന് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരും, പള്ളിക്കകത്ത്, താഴത്തെ ചെറിയ പള്ളിയിലിരിക്കുന്നവർ, മുറ്റത്തെ ഹാളിലിരിക്കുന്നവർ, സൈഡ് വരാന്തകളിലിരിക്കുന്നവർ, ഈ ശബ്ദപരിധിക്കുള്ളിലിരിക്കുന്നവർ, നിങ്ങൾ ദൈവത്തിൻ്റെ കരങ്ങൾക്ക് താഴെയാണ് കുഞ്ഞെ നിൽക്കുന്നത്. തക്ക സമയത്ത് ദൈവം നിന്നെ ഉയർത്തിക്കൊള്ളും. തക്ക സമയത്തൊരത്ഭുതം നീ കാണും. അടുത്ത അത്ഭുതം ദൈവം എൻ്റെ ജീവിതത്തിലാണ് ചെയ്യുന്നതെന്ന് വിശ്വസിച്ച്, ഈ ആലയത്തിൽ ഞാൻ വന്നത് എൻ്റെ പ്രശ്നങ്ങളിൽ നിന്ന് കരകയറാൻ ദൈവം പ്രയോജനപ്പെടുത്തും. വൈരികൾക്കുമേൽ നിന്നെ ഉയർത്തും. പ്രതിസന്ധികളുടെ മേൽ നിന്നെ ഉയർത്തും. മതിലിൻ്റെ മുകളിൽ ദൈവം ജോസഫിനെ ഉയർത്തി. ആ മതിൽ പൊളിച്ചു കളഞ്ഞിട്ടല്ല, ആ മതിലവിടെ നിൽക്കട്ടെ, ആ പ്രശ്നം അവിടെ നിൽക്കട്ടെ, ആ തടസ്സം അവിടെ നിൽക്കട്ടെ, അതിൻ്റെ മുകളിൽ ദൈവം നിന്നെ എത്തിക്കും. ഉദ്ദിഷ്ട കാര്യങ്ങളെ വെച്ചൊന്ന് പ്രാർത്ഥിച്ച്, ഉദ്ദിഷ്ട കാര്യങ്ങളെ മനസ്സിൽ കൊണ്ടുവന്ന് പ്രാർത്ഥിച്ച്, ഉദ്ദിഷ്ട കാര്യങ്ങളെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത്, ഉദ്ദിഷ്ട കാര്യങ്ങളെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് പറഞ്ഞ്, പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ വേണം, പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടെനിക്ക് വേണം, ദൈവത്തിൻ്റെ സാന്നിധ്യം എനിക്ക് വേണമെന്നൊന്ന് പറഞ്ഞ് എല്ലാ കണ്ണുകളെയും ഒന്ന് അടച്ച് ഇരിക്കുന്ന കസേരയിൽ തന്നെ ഇരുന്നു കൊണ്ടൊന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ, ഈ ശുശ്രൂഷ എൻ്റെ ശിരസ് ഉയർത്താൻ കാരണമാകണമേ. ദൈവത്തിൽ ആശ്രയിക്കുന്ന എൻ്റെ തല ഉയർത്തി എനിക്ക് നിൽക്കണം. എനിക്ക് അനുഗ്രഹമായി, ഞാൻ വെറുതെ പാടുകയോ വെറുതെ പ്രസംഗിക്കുകയോ വെറുതെ പ്രാർത്ഥിക്കുകയോ അല്ല, ഒരു നിയോഗത്തോടെയാണ് ഞാൻ പ്രസംഗിക്കുന്നത്. ദൈവത്തിൻ്റെ കരത്തിൻ്റെ താഴെ നിൽക്കുന്നവരെ ദൈവം ഉയർത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതിന്ന് സംഭവിക്കണമേ, അത് ഇന്ന് ഈ വ്യക്തിയിൽ സംഭവിക്കണമേ, ഇന്ന് ഈ കുടുംബത്തിൽ അത് സംഭവിക്കണമേ, സംഭവിക്കണമേ. പരിശുദ്ധാത്മാവിൻ കൂട്ടായ്മ വേണം, പരിശുദ്ധാത്മാവിൻ കാവൽ വേണം, പരിശുദ്ധാത്മാവൻ കൂടെ വേണം, പരിശുദ്ധാത്മാവേ. ചേർന്ന് പാടിയേ. പരിശുദ്ധാത്മാവിൻ കൂട്ടായ്മ വേണം, പറഞ്ഞേ. പരിശുദ്ധാത്മാവിൻ കാവൽ വേണം, പരിശുദ്ധാത്മാവിൻ കൂടെ വേണം, പരിശുദ്ധാത്മാവേ. ഒരു തരി പോലും കുറയില്ല നിന്നോടുള്ള സ്നേഹം, ഒരു തരി പോലും കുറയില്ല നിന്നോടുള്ള സ്നേഹം. എന്നുയിരേക്കാൾ അരികിൽ നീ എന്നും എന്നും വേണം, എന്നുയിരേക്കാൾ അരികിൽ നീ എന്നും എന്നും വേണം. ആമേൻ. ഒരിക്കൽ കൂടി നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് നമുക്ക് പ്രത്യേകം ഈ ആരാധനയുടെ മുമ്പേ നിൽക്കുമ്പോൾ നമ്മുടെ സഭയെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ജയിലിലായിരിക്കുന്ന ആ 2 സിസ്റ്റേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കാം. നീതി ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥകളെ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അതിനുവേണ്ടി പ്രയത്നിക്കുന്നവർ, പ്രാർത്ഥിക്കുന്നവർ, അതിനോടെല്ലാം ചേർന്ന് നിൽക്കുന്ന സകലരെയും നമുക്ക് ഓർത്ത് ഈ നിമിഷം പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ സംഭവിക്കും. ദൈവത്തിന് വേണ്ടി ഇറങ്ങിയവർക്ക് വേണ്ടി ദൈവം അവർക്ക് വേണ്ടി മുന്നിൽ നിൽക്കാതിരിക്കത്തില്ല. ദൈവം മുന്നിൽ നിൽക്കാതിരിക്കത്തില്ല. ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങളുടെ കരങ്ങളിൽ നിങ്ങളുടെ പ്രാർത്ഥനകൾ എഴുതി സമർപ്പിച്ച നിയോഗങ്ങൾ ഈ മാസത്തിൻ്റെ 1-ാം തീയതിയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, ഓഗസ്റ്റ് മാസം 1 മുതൽ വിവാഹപ്രായമായിട്ടും വിവാഹം നടന്നിട്ടില്ലാത്ത എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാണ്. ചില മാതാപിതാക്കളുടെ ദുഃഖമാണ്, അവരുടെ മക്കൾ പറയുന്നു ഞങ്ങൾക്ക് വിവാഹമേ വേണ്ട, ഞങ്ങളിങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കാം. അതിലൂടെ വേദനിക്കുന്നവർ, പ്രയാസപ്പെടുന്നവർ ഒരുപാട് മാതാപിതാക്കളുണ്ട്. നമുക്കെല്ലാവർക്കും ഈ മാസം ദൈവത്തിൻ്റെ അനുഗ്രഹമുള്ള ഉത്തരം സംഭവിക്കണം. അനുഗ്രഹമുള്ള വിവാഹം ചേരേണ്ടതിനോട് ചേർന്നു വരുന്ന അനുഭവം ഉണ്ടാകണം. പത്രോസിനോട് യേശു ചോദിച്ചു, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചപ്പോൾ പത്രോസ്ലീഹ പറഞ്ഞു,
ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നല്ലോ. ദൈവത്തെ സ്നേഹിക്കുന്നവൻ്റെ കയ്യിലാണ് സ്വർഗത്തിൻ്റെ താക്കോൽ ഏൽപ്പിച്ചത്. നിങ്ങൾ ദൈവത്തെയാണോ സ്നേഹിക്കുന്നത്? അനുഗ്രഹമുള്ള നന്മകൾ ദൈവം നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കും. ദൈവത്തെയും ദൈവത്തിൻ്റെ വചനത്തെയും സ്നേഹിക്കുന്നവരെല്ലാവരും എൻ്റെ ഒപ്പം ഒന്ന് പ്രാർത്ഥിച്ചേ. സർവശക്തനായ ദൈവമേ, സർവാധിപനായ ദൈവമേ, ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു, ഞങ്ങളങ്ങയെ മഹത്വപ്പെടുത്തുന്നു, ഞങ്ങളങ്ങയെ സ്നേഹിക്കുന്നു. എൻ്റെ ശരീരത്തെയും എൻ്റെ മനസ്സിനെയും എൻ്റെ ആത്മാവിനെയും ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവായ യേശുവേ, ഇന്നും ഇന്നലെയുമായി നിയോഗം സമർപ്പിച്ച 900ഓളം വ്യക്തികളെ, അവരുടെ ആവശ്യങ്ങളെ, അവരുടെ നിയോഗങ്ങളെ ഇപ്പോൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഇപ്പോൾ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു തരുന്നു. ഞങ്ങൾ ഒന്നു ചേർന്ന് ആരാധിക്കുന്നു. ഹല്ലേലൂയ. എല്ലാവരും ശ്രദ്ധിച്ച് കണ്ണുകളടച്ച് മനസ്സിലെങ്കിലും ഒന്ന് പറഞ്ഞ്, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു, ദൈവത്തിൻ്റെ വചനത്തെ ഞാൻ സ്നേഹിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിൽ പറഞ്ഞിട്ടു, ദൈവത്തെ സ്നേഹിക്കുന്നവർ ഒരിക്കലും നശിച്ചു പോവുകയില്ല. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, തൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് എല്ലാം നന്മയ്ക്കാക്കി മാറ്റും. അങ്ങനെയെങ്കിൽ ദൈവത്തെ സ്നേഹിക്കുന്ന എല്ലാവരും ആ കരങ്ങളെ യാചനാപൂർവ്വം പിടിച്ച് ഈ പരിശുദ്ധ കുർബാനയിൽ ഇന്നും ജീവിക്കുന്ന യേശുവിലേക്ക് നോക്കി കുടുംബമായി നിന്നുകൊണ്ട്, ഒരു ആത്മീയ കൂട്ടായ്മയിൽ നിന്നുകൊണ്ട് പ്രാർത്ഥനയോടെ പറഞ്ഞ്, ഒരു തരി പോലും കുറയില്ല ദൈവമേ നിന്നോടുള്ള സ്നേഹം. ഒന്ന് ഒരു തരി പോലും കുറയില്ല നിന്നോടുള്ള സ്നേഹം. പറഞ്ഞേ, ഒരു തരി പോലും കുറയില്ല നിന്നോടുള്ള സ്നേഹം. എന്നുയിരേക്കാരികിൽ നീ എന്നും എന്നും വേണം. പറഞ്ഞു, എന്നുയിരേക്കാരികിൽ നീ എന്നും. കർത്താവേ, ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു. ഒരു വിടുതൽ സംഭവിക്കട്ടെ. തരി പോലും കുറയില്ല നിന്നോടുള്ള സ്നേഹം. പറഞ്ഞു, ഒരു തരി പോലും കുറയില്ല നിന്നോടുള്ള സ്നേഹം. ഒരു തരി പോലും കുറയില്ല യേശുവിനോടുള്ള സ്നേഹം. വിശ്വാസം. ഒരു തരി പോലും കുറയില്ല നിന്നോടുള്ള സ്നേഹം. എന്നുയിരേക്കാളരികിൽ നീ എന്നും എന്നും വേണം. എന്നുയിരേക്കാളരികിൽ നീ എന്നും എന്നും വേണം. ഒരു ഇമ പോലും അടയാതെ എന്നെ നോക്കിയിടുന്ന. പറഞ്ഞ്, ഒരു ഇമ പോലും അടയാതെ എന്നെ നോക്കിയിടുന്ന യേശു അമ്മയാണ് എപ്പോഴും എൻ പ്രിയതോഴനായി. പറഞ്ഞ്, യേശു അമ്മയാണ് എപ്പോഴും എൻ പ്രിയ. കരമുയർത്തി പറഞ്ഞേ, ഒരു തരി പോലും കുറയില്ല യേശുവിനോടുള്ള സ്നേഹം. ഒരു തരി പോലും കുറയില്ല നിന്നോടുള്ള സ്നേഹം. എന്നുയിരേക്കാളരികിൽ നീ എന്നും എന്നും വേണം. പറഞ്ഞ്, എന്നുയിരേക്കാളരികിൽ എന്നും എന്നും വേണം. ഒരുമ പോലും അടയാതെ എന്നെ നോക്കിയിടുന്ന. പറഞ്ഞ്, ഒരു ഇമ പോലും അടയാതെ എന്നെ നോക്കി. യേശു അപ്പയാണ് എപ്പോഴും എൻ പ്രിയതോഴനായി. പറഞ്ഞ്, യേശു അപ്പയാണ് എപ്പോഴും എൻ പ്രിയ. രണ്ടു കരങ്ങൾ വീശി പറഞ്ഞേ, ഒരു തരി പോലും കുറയില്ല നിന്നോടുള്ള സ്നേഹം. ഒരു തരി പോലും കുറയില്ല നിന്നോടുള്ള സ്നേഹം. എന്നുയിരേ
രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിച്ച് ഒരു തരി പോലും കുറയില്ല പറഞ്ഞേ, വിശ്വസിച്ച് പറഞ്ഞ് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കായിട്ട് മാറ്റും. ദൈവം കടന്നു പോകാൻ, നശിച്ചു പോകാൻ സമ്മതിക്കുകയില്ല. ദാവീദ് പറഞ്ഞു, 3 കാരണങ്ങളാൽ ഞാൻ എന്റെ ദൈവത്തെ സ്നേഹിക്കുന്നു. ഞാൻ നിലം പറ്റിയപ്പോൾ, മരണപാശം എന്നെ ചുറ്റി വളഞ്ഞപ്പോൾ ആ ദൈവം എന്നെ രക്ഷിച്ചതിനാൽ ദാവീദ് പറഞ്ഞു, ദൈവമേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് ശബ്ദമുയർത്തി പറഞ്ഞു. യേശുവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, യേശുവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, എന്റെ കുടുംബമായി ഞാൻ യേശുവെ സ്നേഹിക്കുന്നു. കുറയില്ല നിന്നോടുള്ള സ്നേഹം, ഒരു തരി പോലും കുറയില്ല നിന്നോട്. ഒരിമ പോലും വെട്ടാതെ, ഒരു ഇമ പോലും അടയാതെ എന്നെ നോക്കിയിരുന്ന പറഞ്ഞു, ഒരു ഇമ പോലും അടയാതെ എന്നെ. യേശു അപ്പയാണ്, യേശു അപ്പയാണ്, യേശു അപ്പയാണ്. കരങ്ങൾ വീശി പറഞ്ഞ, ഒരു തരി പോലും, ഒരു തരി പോലും കുറയില്ല നിന്നോടുള്ള സ്നേഹം, ഒരു തരി പോലും കുറയത്തില്ല നിന്നോടുള്ള. ശബ്ദമുയർത്തി ഒന്ന് സ്തുതിച്ചേ, ജീസസ്. പരിശുദ്ധാത്മാവേ നിറയണമേ, ജീസസ്. പരിശുദ്ധാത്മാവേ നിറയണമേ, പരിശുദ്ധാത്മാവേ നിറയണമേ, പരിശുദ്ധാത്മാവേ നിറയണമേ, പരിശുദ്ധാത്മാവേ നിറയണമേ, പരിശുദ്ധാത്മാവേ നിറയണമേ, പരിശുദ്ധാത്മാവേ നിറയണമേ, പരിശുദ്ധാത്മാവേ നിറയണമേ. ഇപ്പോൾ ഇപ്പോൾ വിടുതൽ സംഭവിക്കണമേ, in Jesus name. ആമേൻ, ആമേൻ. ഒരു തരി പോലും കുറയില്ല നിന്നോടുള്ള സ്നേഹം, ഒരു തരി പോലും കുറയില്ല നിന്നോടുള്ള സ്നേഹം. എന്നുയിരേക്കാൾ അരികിൽ നീ എന്നും എന്നും വേണം. എല്ലാവരും ശ്രദ്ധയോടെ നിന്നേ. ഇപ്പോൾ ദിവികാരുടെ പ്രദക്ഷിണമാണ്. പരിശുദ്ധ കുർബാന എടുത്തുയർത്തി പ്രിയപ്പെട്ട സോജനച്ചൻ വരുമ്പോൾ ഞങ്ങൾ ഈ അൽത്താരയിൽ നിന്ന് പ്രാർത്ഥിക്കുവാണ്. എല്ലാ കരങ്ങളെയും ഉയർത്തി വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു. യേശുവേ അങ്ങയുടെ സന്നിധിയിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ അത്ഭുത ഇടപെടലുകൾ സംഭവിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ അങ്ങയുടെ കാരുണ്യം അനുഗ്രഹമാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, നന്ദി, നന്ദി. ചേർന്നൊന്ന് പാടിയേ. വിശ്വസിച്ച് എല്ലാവരും ശ്രദ്ധിച്ച് ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഇപ്പോൾ നിയോഗം സമർപ്പിച്ച, ഇന്ന് നിയോഗം സമർപ്പിച്ച 508 പേരെ, ഇന്നലെ നിയോഗം സമർപ്പിച്ച 349 പേരെയും ഒരാളെ പോലും മാറ്റി നിർത്താതെ എല്ലാവരെയും ഒന്ന് ചേർത്ത് നിർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കട്ടെ. കർത്താവ് ഇവിടെ പ്രാർത്ഥിച്ച ഒരുപാട് പേരുടെ ഒരു വിഷയമാണ് സാമ്പത്തികമായ തകർച്ചയിൽ നിന്ന് വിടുവിക്കണമേ എന്നൊരു പ്രാർത്ഥന. കർത്താവ് ജപ്തിയുടെ വക്കിൽ നിൽക്കുന്നവർ, കൊടുത്ത പൈസ തിരിച്ചു കിട്ടാതെ ഭാരപ്പെടുന്നവർ, ഒത്തിരി പണം കൊടുത്ത് ചതിയിൽപ്പെട്ടവർ, ബിസിനസ്സിൽ തകർന്നു
തകർന്നുപോയവർ, പലതരത്തിൽ സാമ്പത്തിക നഷ്ടമുണ്ടായ എല്ലാ പ്രിയപ്പെട്ടവരും ഒന്ന് പ്രാർത്ഥിച്ച് ഈ നിമിഷം നിങ്ങളുടെ കയ്യിൽ 5 രൂപയോ 10 രൂപയോ 50 100 രൂപയോ ഉണ്ടെങ്കിൽ ഒന്ന് എടുത്ത് കയ്യിൽ പിടിച്ച്, എന്നിട്ട് നേർച്ചയിടാനോ കാഴ്ചവെക്കാനോ ഒന്നുമല്ല, ഒന്ന് എടുത്ത് പിടിച്ച് കയ്യിൽ പിടിച്ചൊന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ എന്നെ സാമ്പത്തികമായി ഒന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ച്. എൻ്റെ മക്കളുടെ വിവാഹം നടത്തുവാൻ എൻ്റെ കയ്യിൽ പൈസയില്ല, എൻ്റെ കുഞ്ഞിൻ്റെ ഫീസ് അടയ്ക്കാൻ പൈസയില്ല, വീടിന് ലോൺ അടയ്ക്കാൻ പറ്റുന്നില്ല, ജപ്തിയുടെ വക്കിലാണ്, കടം കൊടുത്ത് ആളുകൾ ചതിക്കപ്പെട്ടിട്ടുണ്ട്, പല പ്രയാസങ്ങളുള്ളവർ. ആ പണം എടുത്തിട്ട് ഒരു നിമിഷം ഒന്ന് ഉയർത്തിപ്പിടിച്ചൊന്ന് പറഞ്ഞ്, കർത്താവേ എന്നെ സാമ്പത്തികമായി അനുഗ്രഹിക്കണമേ, എന്നെ സാമ്പത്തികമായി അനുഗ്രഹിക്കണമേ, എന്നെ സാമ്പത്തികമായി അനുഗ്രഹിക്കണമേ, എൻ്റെ കുടുംബത്തെ സാമ്പത്തികമായി അനുഗ്രഹിക്കണമേ, എൻ്റെ മക്കളെ സാമ്പത്തികമായി അനുഗ്രഹിക്കണമേ. നിന്നെ സാമ്പത്തികമായി അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്, നിന്റെ കൃഷിയിടങ്ങളെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്, നിന്റെ ജോലിയെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്, നിന്റെ വരുമാന മാർഗത്തെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. കർത്താവേ എന്നെ സാമ്പത്തികമായി അനുഗ്രഹിക്കണമേ, സാമ്പത്തികമായി. കർത്താവേ ഈ ജനം എടുത്ത് പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയത്തിൻ്റെ പേര് ഒരിക്കലും സാമ്പത്തിൻ്റെ പേര് ആരുടെ മുമ്പിൽ കൈനീട്ടാൻ ഇടവരരുത്, ആരുടെ മുമ്പിൽ കൈനീട്ടാൻ ഇടവരാത്ത വിധം സാമ്പത്തികമായി അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ച് ഒന്ന് അധരങ്ങളെ തുറന്നൊന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ചേർന്ന് പ്രാർത്ഥിക്കാം. രോഗങ്ങൾ മാറും, ഭൂതങ്ങൾ ഒഴിയും, ബന്ധനമെല്ലാം തകർന്നിടുമേ. പാടാമോ? രോഗങ്ങൾ മാറും, ഭൂതങ്ങൾ ഒഴിയും, ബന്ധനമെല്ലാം തകർന്നിടുമേ. അതുകൊണ്ട് കുരുടരും മുടന്തരും ചെകിടരുമെല്ലാം സ്വതന്ത്രമാകുന്ന ദൈവരാജ്യം. കുരുടരും മുടന്തരും ചെകിടരുമെല്ലാം സ്വതന്ത്രമാകുന്ന ദൈവരാജ്യം. അതുകൊണ്ട് യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീ. ആമേൻ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. മക്കൾ നന്നായി പഠിക്കുന്നതിന് വേണ്ടി സമർപ്പിച്ച എല്ലാ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങൾക്കറിയുമല്ലോ, ഈ അൾത്താരയിൽ ഇരിക്കുന്ന 2 നിയോഗത്തിൻ്റെ ബോക്സുകളും കുട്ടികളുടെ പേരെഴുതി വച്ചിരിക്കുന്നതാണ്. താഴെയിരിക്കുന്ന നിയോഗത്തിൻ്റെ പാത്രം, ആ ബോക്സ് പൊതുവായ ചില ആവശ്യങ്ങളാണ്. എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച്. അവർ സ്കൂളിലാണ്, കോളേജിലാണ്, വേറൊരു ദേശത്താണ്, പഠിക്കാൻ പോയിരിക്കുക, ഹോസ്റ്റലിലാണ്, നഴ്സിംഗ് പഠിക്കുന്നു, മെഡിസിന് പഠിക്കുന്നു. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്, എല്ലാ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച്. ഒരാളും വഴി തെറ്റിപ്പോകാൻ പാടില്ല, ഒരാളും തെറ്റായൊരു ബന്ധത്തിൽ പോകാൻ പാടില്ല, ഒരാളും മദ്യത്തിനോ മയക്കുമരുന്നിനോ ലഹരിക്കോ അടിമപ്പെട്ടു പോകാൻ പാടില്ല. അവർ പഠിച്ച് എൻ്റെ കുടുംബത്തിന്, അവരുടെ ജീവിതത്തിന് ഒരനുഗ്രഹമായി മാറണം, ഒരനുഗ്രഹമായി മാറണം. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്കൂളിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ സ്വഭാവ രീതിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ആരോഗ്യത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പഠനത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വിശ്വാസത്തിൽ വളർന്നു വരട്ടെ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ആത്മീയതയിൽ വളർന്നു വരട്ടെ. ആരാധനയുള്ള ഒരു തലമുറ എഴുന്നേറ്റ് വരട്ടെ, ദൈവത്തെ സ്തുതിക്കുന്ന ഒരു തലമുറ എഴുന്നേറ്റ് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതുപോലെ പ്രാർത്ഥിക്കുന്ന വിസ തടസ്സം,
പാസ്പോർട്ടുമായി കൊണ്ടുവന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്. നിങ്ങൾ വിശ്വസിക്കുന്നത് പോലെ ആ പാസ്പോർട്ടൊക്കെ ഒന്ന് കയ്യിൽ പിടിച്ച് എന്നിട്ട് നിങ്ങൾ തന്നെ പറഞ്ഞ്, ഇതിനകത്ത് ഈ ഒരു പാസ്പോർട്ടിൽ ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ ഒരു അനുഗ്രഹം ദൈവം എനിക്ക് തരും. ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ ഒരു അടയാളം എനിക്ക് അനുഭവിക്കാൻ കഴിയും. ഒത്തിരി സ്വപ്നങ്ങളുള്ളവരുണ്ട്. ഇസ്രായേലിൽ പോകാൻ, ഒരു ജോലി ലഭിക്കാൻ, ഒരു കെയറർ വിസയ്ക്ക് പോകുവാൻ, ജർമ്മൻ ഭാഷ പഠിക്കുന്നവർ, IELTS OAT എക്സാമുകൾ എഴുതുന്നവർ, വിവിധ രാജ്യങ്ങളിൽ MBBS പഠിക്കുന്നവർ, വിദേശത്ത് MBBS പഠിച്ച് PG പഠനത്തിനായി നാട്ടിൽ നിൽക്കുന്നവർ. എൻ്റെ അറിവിൽ ഇതിനകത്ത് തന്നെ 26ഓളം ഡോക്ടർമാരുണ്ട്. MBBS കഴിഞ്ഞ് 26ഓളം പേര് ഇതിനകത്തുണ്ട്. ഞങ്ങളെ പരിചയപ്പെട്ട വ്യക്തികൾ 26 ഡോക്ടർമാർ ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ട്. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും മറ്റു സ്ഥലങ്ങളിൽ നിന്ന് വന്ന ഡോക്ടർമാരുണ്ട്, നഴ്സുമാരുണ്ട്. ഇവരെല്ലാം ഒന്ന് പ്രാർത്ഥിച്ച് ഒത്തിരി സ്വപ്നങ്ങളോടെ നിങ്ങളൊന്ന് കരങ്ങളെ ഉയർത്തിപ്പിടിച്ച്, കർത്താവേ, ഞങ്ങൾ വിവിധ രാജ്യങ്ങളിൽ പോകാൻ ആഗ്രഹിക്കുന്നവർ, ഒരു വിസ ആഗ്രഹിക്കുന്നവർ, വിസയുടെ തടസ്സം അനുഭവിക്കുന്നവർ, റിജക്റ്റായി പോയവർ, ഇസ്രായേലിൽ പോകാൻ ഒരു ജോലിക്ക് നോക്കാൻ ആഗ്രഹിക്കുന്നവർ, ദൈവമേ ഒരു ജോലി ലഭിച്ചിരുന്നെങ്കിൽ, ഇത് വിസിറ്റിംഗ് വിസയ്ക്ക് പോയിട്ടുണ്ട്, ജോലി കിട്ടിയിട്ടില്ല, അലഞ്ഞ് മടുത്തു, അവിടെ ഇൻ്റർവ്യൂവിന് പോകുന്നിടത്തെല്ലാം ശരിയാകുന്നില്ല എന്ന് തിരിച്ചു വരേണ്ടി വരുമോ? ലക്ഷങ്ങൾ കൊടുത്തു പോയതാ, തിരിച്ചു വരേണ്ടി പോരോ? UK പോയ ഒത്തിരി പേര് അവിടുത്തെ നിയമത്തിൻ്റെ മാറ്റങ്ങൾ കൊണ്ട് വിസ കിട്ടാതെ തിരിച്ചു വരേണ്ടി വരുമോ? ലക്ഷക്കണക്കിന് രൂപ എടുത്ത് പോയതാ, കാനഡയ്ക്ക് പോയതാ, തിരിച്ച് PR കിട്ടുന്നില്ല. പല കാര്യങ്ങളെയും വെച്ച് പ്രാർത്ഥിക്കുന്നവർ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, വിവിധ രാജ്യങ്ങളിലായിരിക്കുന്നവർ, കർത്താവേ അവർ ഒരു അനുഗ്രഹമാകട്ടെ ഒന്ന് പ്രാർത്ഥിച്ച്, ഈ പ്രാർത്ഥന അവർക്കൊരു അനുഗ്രഹമാകും, ഈ പ്രാർത്ഥന അവരുടെ വിടുതലാകും, ഈ പ്രാർത്ഥന അവരുടെ സൗഖ്യമാകും, ഈ പ്രാർത്ഥന അവരുടെ രക്ഷയാകും, ഈ പ്രാർത്ഥന അവർക്കൊരു വഴിയായി മാറും. യേശുവേ, ഞങ്ങൾ സ്തുതിക്കുന്നു. ജീസസ്, പ്രാർത്ഥിക്കാം ചേർന്ന്. യേശുവിന്റെ നാമം വിളിച്ച് പ്രാർത്ഥിക്കുന്നു. കരമടിച്ചു പാടാം. നന്ദിയോടെ ഞങ്ങൾ സ്തുതിക്കുന്നു. ജീസസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഞങ്ങൾ സ്തുതിക്കുന്നു. യേശുവേ, ഞങ്ങൾ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഞങ്ങൾ സ്തുതിക്കുന്നു. ഒരു തരി പോലും കുറയില്ല നിന്നോടുള്ള സ്നേഹം, ഒരു തരി പോലും കുറയില്ല നിന്നോടുള്ള സ്നേഹം. എന്നുയിരേക്കാൾ അരികിൽ നീ എന്നും വേണം. എല്ലാ കണ്ണുകളും ഒന്നടച്ച്, സമയം 1:45 കുറച്ച് സമയം തിരക്ക് പിടിക്കാതെ എല്ലാ ടെൻഷനൊക്കെ ഒന്ന് മാറി ദൈവത്തിൻ്റെ കരങ്ങളിൽ ഒന്ന് ജീവിതം ഏൽപ്പിച്ച്. നമുക്ക് തിരക്ക് പിടിക്കുമ്പോൾ ഉള്ള സന്തോഷമാണ് നഷ്ടപ്പെടുന്നത്. നിൽക്കുന്ന സ്ഥലത്ത് ചോദിച്ചേട്ടാ ശ്രദ്ധിക്ക്, എല്ലാവരും ശാന്തമായി ഒന്ന് നിന്നേ. എല്ലാ അമ്മമാരും എല്ലാ അപ്പച്ചന്മാരും എല്ലാം ഒന്ന് ശാന്തമായി നിന്നേ. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുമല്ലോ. ഞങ്ങൾ അതിനുവേണ്ടി നിൽക്കുന്നവരല്ലേ. ഞങ്ങൾ വെളുപ്പിന് 3:45 എഴുന്നേറ്റ് 4:25 ഇവിടെ വന്നവരാ. ഇത്രയും സമയമായി മറ്റൊരു കാര്യത്തിനോ ഒന്നും മാറിയിട്ടില്ല. നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുക തന്നെയായിരുന്നു. അനുഗ്രഹയാക്കുന്നത് ഈ പ്രാർത്ഥനയാണ്. അനുഗ്രഹയാക്കിയത് ഈ ഒരു ദൈവാനുഗ്രഹമാണ്. ഇങ്ങനെ ഒരു അനുഗ്രഹമുള്ള ഒരു ആലയമാക്കി ദൈവത്തിൻ്റെ കരുണയാണ്. ഒരു മനുഷ്യൻ്റെയും പെർഫോമൻസ് കൊണ്ടല്ല, ആരുടെയും കഴിവ് തെളിയിച്ചതുകൊണ്ടല്ല അനുഗ്രഹയായത്.
അത് ദൈവ സാന്നിധ്യമുള്ളത് കൊണ്ടാണ്, ദൈവകൃപയുള്ളത് കൊണ്ടാണ് ഇവിടുത്തെ പ്രാർത്ഥന അനുഗ്രഹമാകുന്നത്. എല്ലാ കണ്ണുകളെയും ഒന്ന് അടച്ചു പ്രാർത്ഥിച്ച് നിങ്ങളുടെ ഉദ്ദിഷ്ട കാര്യങ്ങളെ ദൈവകരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. ഇൻ്റർവ്യൂ പാസ്സാകാൻ പ്രാർത്ഥന ചോദിച്ചവർ, ലഹരിയിൽ നിന്നും വിമോചനം വേണമെന്നാഗ്രഹിച്ച് പ്രാർത്ഥിച്ചവർ, സ്വന്തമായൊരു വീടിനു വേണ്ടി ആഗ്രഹിച്ചവർ, ഒരു ഭവനം പണി തുടങ്ങിയത് പൂർത്തിയാകാൻ പ്രാർത്ഥിച്ചവർ, PSC വഴി ജോലി കിട്ടാൻ പ്രാർത്ഥിച്ചവർ, ക്യാൻസർ രോഗ സൗഖ്യത്തിനായി പ്രാർത്ഥിച്ചവർ, PR ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചവർ, BSc നേഴ്സിംഗ് പഠന വിജയം ലഭിക്കാൻ പ്രാർത്ഥിച്ചവർ, MBBS പഠന വിജയം ജോലി കിട്ടുവാൻ പ്രാർത്ഥിച്ചവർ, IELTS OET എക്സാം വിജയിക്കാൻ പ്രാർത്ഥിച്ചവർ, ജർമ്മൻ ഭാഷ പുതിയ ഭാഷ പഠിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, കേസിൽ നിന്നും വിടുതൽ കിട്ടാൻ പ്രാർത്ഥിക്കുന്നു, വിവാഹം നടക്കുന്നതിനായി പ്രാർത്ഥിക്കുന്നു, തലമുറകളെ ലഭിക്കുന്നതിനായി പ്രാർത്ഥിക്കുന്നു, തകർന്ന കുടുംബ ബന്ധങ്ങൾ ഒന്നാകുവാൻ പ്രാർത്ഥിക്കുന്നു, ജപ്തിയിൽ നിന്നും മോചനം കിട്ടുവാൻ പ്രാർത്ഥിക്കുന്നു, അലർജി രോഗം സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു, ഓട്ടിസമുള്ള കുഞ്ഞുങ്ങളുടെ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു, വേരിക്കോസിൻ്റെ രോഗസൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു, സന്ധി വേദനകൾ സൗഖ്യമാകാൻ പ്രാർത്ഥിക്കുന്നു, വിദേശത്ത് പോകാനുള്ള തടസ്സം മാറാൻ പ്രാർത്ഥിക്കുന്നു, കൊടുത്ത പണം തിരിച്ചു കിട്ടാൻ പ്രാർത്ഥിക്കുന്നു, വരുമാന മാർഗം അനുഗ്രഹിക്കപ്പെടുവാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ നിയോഗങ്ങളെയും പരിശുദ്ധ കുർബാനയിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാണ്. ഇപ്പോൾ പ്രിയപ്പെട്ട അച്ഛൻ നേർച്ച ഭക്ഷണം കൂടിയും എണ്ണയും വെള്ളവും കൂടി ഒന്ന് വെഞ്ചരിച്ച് പ്രാർത്ഥിക്കുമല്ലോ. എല്ലാ കണ്ണുകളെയും ഒന്ന് അടച്ച് നിങ്ങളുടെ ഉദ്ദിഷ്ട കാര്യങ്ങളെ സ്വർഗത്തിലെ ദൈവം സാധിപ്പിച്ചു തരും. ഈ മധുബഹയിൽ, ഈ അൾത്താരിൽ നിങ്ങളൊരു സാക്ഷ്യത്തെ പറയും. അതൊരു നേർച്ച നേർന്നേ, എൻ്റെ ഒരു സാക്ഷ്യം ഈ അൾത്താരിൽ ഞാൻ പറയും. ഈ അനുഗ്രഹികൾ ഞാൻ വരുന്നത് എനിക്ക് ലഭിച്ച ഒരു അനുഗ്രഹം പറയാനായിരിക്കും. ഇത് വെറുതെ ഒരു പാട്ടും പ്രാർത്ഥനയല്ല. നിങ്ങളെ ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം എല്ലാ കണ്ണുകളും അടച്ച് പ്രിയപ്പെട്ട എല്ലാ സഹോദരന്മാരായ ശുശ്രൂഷകർ, ഇവിടെ ഉള്ളവർ ഈ അൾത്താരയിലേക്കൊന്ന് കയറി നിന്ന് ഈ ജനത്തിൻ്റെ നേരെ ഒന്ന് കരങ്ങൾ നീട്ടിപ്പിടിച്ച് അനുഗ്രഹയാക്കാൻ സഹായിച്ച പ്രാർത്ഥനയുള്ള നല്ല പ്രാർത്ഥനയുള്ള മനുഷ്യരാണ്. ഒത്തിരി സഹോദരിമാരുണ്ട്. ഇവിടെ ഇത്രയൊന്നും ആളുകളല്ല, ഒത്തിരി ശുശ്രൂഷകരുണ്ട്. ഇവരൊക്കെ ഇന്നും ഇന്നലെയും തൊട്ട് ഒരു വീട് പോലെ ഈ ആലയത്തെ കാണുന്നവരാ. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് മുതൽ വന്നവരാളുകളുണ്ട്. പ്രിയപ്പെട്ട ശുശ്രൂഷകരെ, നിങ്ങൾ രണ്ട് കൈയും ഇവരുടെ നേരെ ഒന്ന് നീട്ടിപ്പിടിക്കുക. നമ്മുടെ ഈ ആലയത്തിൽ ഒരു ആശ്വാസത്തിന് വേണ്ടി വന്നവരാ ഇവർ. അവരുടെ സങ്കടം ഒന്ന് പറയാൻ വേണ്ടി വന്നവരാ. കർത്താവേ, ഞങ്ങളുടെ ആരുടെയെങ്കിലും ശുശ്രൂഷകരുടെയോ ഞങ്ങളുടെയോ ഒരു പെരുമാറ്റം കൊണ്ടോ വാക്കുകൊണ്ടോ ആരെങ്കിലും വേദനിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു. ഞങ്ങളുടെ ദേഷ്യ പ്രകൃതി കൊണ്ടോ വിഷമം കൊണ്ടോ ഞങ്ങൾ ആരോടെങ്കിലും ദോഷമായിട്ടോ പെരുമാറിയിട്ടോ ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു. ഞങ്ങളും സാധാരണ മനുഷ്യരായതുകൊണ്ട് കർത്താവ്, എങ്കിലും ഇവിടെ നിൽക്കുന്ന ഇന്ന് സമർപ്പിച്ച ഓരോ നിയോഗം തിരിച്ചു നിങ്ങളുടെ യാത്ര എല്ലാം അനുഗ്രഹമാകുക ഈ ശുശ്രൂഷകർ പ്രാർത്ഥിക്കുന്നു. ഈ ആലയത്തിൻ്റെ മുഴുവൻ വന്നിരിക്കുന്ന ജനം, താഴെ നിൽക്കുന്നവർ, സൈഡിൽ നിൽക്കുന്നവർ, അകത്തും പുറത്തുമായുള്ള സകലരെയും ഏൽപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ അത്ഭുതം ഈ ജനത്തിൽ സംഭവിക്കട്ടെ. ദൈവത്തിന്റെ അത്ഭുതം ഈ ജനത്തിൽ സംഭവിക്കട്ടെ. ദൈവത്തിന്റെ അടയാളങ്ങൾ സംഭവിക്കട്ടെ. ദൈവത്തിന്റെ ശക്തി ഒരു തരി പോലും കുറയില്ല. ദൈവത്തിന്റെ സ്നേഹം കുറയില്ല. ദൈവത്തോടുള്ള സ്നേഹം എന്ന് പറഞ്ഞ് ഒരു തരി പോലും കുറയില്ല. നിന്നോടുള്ള സ്നേഹം പിന്നെയോ എന്നുയിരേക്കാൾ അരികിൽ നീ എന്നും എന്നും വേണം. പറഞ്ഞു, എന്നുയിരേക്കാൾ അരികിൽ നീ എന്നും എന്നും വേണം. ഒരിക്കൽ കൂടി കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് ശുശ്രൂഷകർക്ക് യഥാസ്ഥാനത്തായിരിക്കാം. എല്ലാവരെയും പരിശുദ്ധ കുർബാനയിലേക്കൊന്ന് നോക്കിക്കേ. ഈ 1-ാം തീയതി പ്രാർത്ഥിച്ചു. ഈ ഓഗസ്റ്റ് മാസം നിങ്ങൾക്കൊരു സാക്ഷ്യം പറയാൻ പറ്റണം. 15-ാം തീയതി പ്രാർത്ഥിച്ചു. 17-ാം തീയതി സാക്ഷ്യം പറഞ്ഞ ആൾക്കാരുണ്ട്. രണ്ട് കരങ്ങളെ ഉയർത്തി സ്തുതിക്കുന്നു. ഒരു തരി പോലും കുറയില്ല നിന്നോടുള്ള സ്നേഹം. ഒരു തരി പോലും കുറയില്ല നിന്നോടുള്ള
നന്ദി പറയുകയാണ്. ഒന്ന് രണ്ട് കാര്യങ്ങൾ കേൾക്കുക. എല്ലാവർക്കുമുള്ള നേർച്ച ഭക്ഷണമുണ്ട്. പ്രിയപ്പെട്ട സോജന താഴത്തെ ചെറിയ പള്ളിയിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. തോമസ് അച്ഛനും ജെയിംസ് അച്ഛനും ഞാനും ഞങ്ങൾ ഈ മുമ്പിൽ പ്രാർത്ഥിക്കും. ഇന്ന് വന്ന് എല്ലാവരെയും നന്ദിയോടെ സ്നേഹത്തോടെ ഓർക്കുന്നു. വാഹനങ്ങൾ ഒരുപാടുണ്ട്. വാഹനങ്ങൾ എടുത്തുകൊണ്ട് പോകുമ്പോൾ വഴക്കുണ്ടാക്കാതെ, ദേഷ്യപ്പെടാതെ, ശ്രദ്ധയോടെ കൊണ്ടുപോകാൻ നിങ്ങളെ സഹായിക്കട്ടെ. ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് 33 പ്രാവശ്യം നിയോഗ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുക. ഇന്ന് വന്ന എല്ലാ പ്രിയപ്പെട്ടവരെ നന്ദിയോടെ ഓർക്കുന്നു. ഇന്നത്തെ ശുശ്രൂഷകളിൽ എൻ്റെ മാതാപിതാക്കളും പങ്കെടുത്തിട്ടുണ്ട്. അവരെ നന്ദിയോടെ സ്നേഹത്തോടെ ഓർക്കുന്നു. ദൈവത്തിന് നന്ദി പറയുന്നു. എല്ലാ സ്ഥലത്തേക്കുമുള്ള നിങ്ങളുടെ യാത്രകളും നിങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ. നല്ലൊരു മാസം, നല്ലൊരു ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു. ആമേൻ.